ASM അതുപോലെ പോലീസ് കോൺസ്റ്റബിള് പിന്നെ വരാൻ പോകുന്ന മറ്റു പരീക്ഷകളുമായി ബന്ധപ്പെടുത്തി വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളും അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഓരോ വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഓരോ ചോദ്യങ്ങളും അപ്പോൾ നമുക്ക് കൂടുതലും എന്ത് ചെയ്യണം, വൊക്കാബുലറിയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും പറയും. അതൊന്ന് മാക്സിമം കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൂടെ ഒന്ന് എഴുതിയെടുത്ത് വരിക. അപ്പോൾ ചോദ്യങ്ങളുടെ ആൻസർ ഒന്ന് എഴുതി വരിക. എന്നിട്ട് പറയുന്ന കാര്യങ്ങൾ ഒന്ന് കുറിച്ചെടുക്കാനും കൂടെ ശ്രമിക്കുക. നോക്കിയേ, അതിൽ എല്ലാ പരീക്ഷകളിലും നമ്മൾ വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ട് വൊക്കാബുലറി സെക്ഷനിൽ നിന്ന് നമുക്ക് ചെറിയ എന്ത് ചെയ്യും, PYQ റിവൈസ് ആണ് നോക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ചോദ്യങ്ങൾ നോക്കുന്നതിനോടൊപ്പം തന്നെ വരുന്ന കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന കാര്യങ്ങൾ ഒന്ന് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. നോക്കിയേ, സ്പൈഡർ ഈസ് റിലേറ്റഡ് ടു വെബ്, ബി ഈസ് റിലേറ്റഡ് ടു ഡാഷ്. തന്നിരിക്കുന്ന ചോദ്യം കണ്ടല്ലോ, സ്പൈഡർ വെബുമായി കണക്ട് ചെയ്തിരിക്കുന്നു, ബീസ് എന്തുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ സ്പൈഡറിൻ്റെ ഡ്വെല്ലിംഗ് ആണ്, വാസസ്ഥലമാണ് വെബ് എന്ന് പറയുന്നത്. എന്നാൽ ബീസിൻ്റെ വാസസ്ഥലം ഏതാണ്, അതാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഏവിയറി ഉണ്ട്, കെന്നലുണ്ട്, അപ്പിയറി ഉണ്ട്, പിന്നെ അതേപോലെ സ്റ്റേബിൾ ഉണ്ട്. ഏതാണ് ഉള്ളത്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയേ, ഏത് ഉത്തരം വരുന്നു? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് എപ്പിയറി ആണ് കേട്ടോ. ഏത് ഓപ്ഷൻ? സി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. എപ്പിക്കൾച്ചർ എന്ന് കേട്ടിട്ടുണ്ടോ? എപ്പിക്കൾച്ചർ തേനീച്ച വളർത്തലിന് പറയുന്ന പേരാണ് എപ്പിക്കൾച്ചർ. എപ്പിയറി എന്ന് പറയുന്നത് തേനീച്ചരക്കൂടാണ്. അപ്പോൾ തേനീച്ചരക്കൂടിന് മറ്റൊരു പേരും കൂടെ പറയാറുണ്ട്, ഹൈവ് എന്നും പറയാറുണ്ട്. എന്തെന്ന് പറയാറുണ്ട്? ഹൈവ്. ഹൈവ് എന്ന് പറഞ്ഞാലും തേനീച്ചരക്കൂട് തന്നെയാണ്. ഹൈവ് തേനീച്ചര. ബീസിന്റെ കൂടിന് പറയുന്ന മറ്റൊരു പേരാണ് ഹൈവ്. ഓക്കെ. കൗ അതുപോലെ ക്യാറ്റില്, കൗ ക്യാറ്റില്, അതുപോലെ ബഫല്ലോ, ബഫല്ലോ, അതുപോലെ ഓക്സ്. ബഫല്ലോ പറയണ്ട, കൗ ക്യാറ്റില് ഓക്സ്, ഇതിൻ്റെയൊക്കെ കൂടിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഷെഡ് എന്നാണ് പറയുന്നത്. കൗ ക്യാറ്റിലിൻ്റെയൊക്കെ കൂടിന് പറയുന്ന പേര് ഷെഡ് എന്നാണ്. അതുപോലെ നമ്മുടെ അടുത്ത് വരുന്നതാണ് ഹെന്ന്. ഹെന്നിൻ്റെ കൂടിന് പറയുന്ന പേരാണ് കൂപ്പെന്നാണ് പറയുന്നത്. ഹെന്നിൻ്റെ കൂടിന് പറയുന്ന പേര് കൂപ്പെന്നാണ്. കോഴിയിലേക്ക് കൂടിന് പറയുന്ന പേര് കൂപ്പെന്നാണ്. ഡബിൻ്റെ കൂടിന് പറയുന്ന പേര്, ഡബിൻ്റെ കൂടിന് പറയുന്ന പേരാണ് കോട്ട്, ഡബ് കോട്ട് എന്നാണ് പറയുന്നത്. ഡബ് കോട്ട് എന്നാണ് പറയുന്നത്. ഡബിൻ്റെ കൂടിന് പറയുന്ന പേര് ഡബ് കോട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ ലയണിൻ്റെ കൂടിന്, ലയണിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര്, ലയണിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഡെൻ എന്നാണ് പറയുന്നത്. ലയണിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് ഡെൻ എന്നാണ്. എന്നാൽ ടൈഗറിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര്, ടൈഗറിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ലെയർ എന്നാണ് പറയുന്നത്. ടൈഗറിൻ്റെ വാസസ്ഥലം ലെയർ ആണ്. എന്നാൽ ബെയറിൻ്റെ ആണെങ്കിലോ, ബെയറിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് കേവ് എന്നാണ്. ബെയറിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് കേവ് എന്നാണ്. അതുപോലെ റാബിറ്റിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര്, റാബിറ്റിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ബറോ എന്നാണ് പറയുന്നത്. റാബിറ്റിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് ബറോ, BURROW എന്നാണ് പറയുന്നത്. അതുപോലെ സ്നേക്ക് ആണെങ്കിലോ, സ്നേക്കിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഹോള്. സ്നേക്ക്, റാറ്റ് ഇവയുടെയൊക്കെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഹോള്. മങ്കി ആണെങ്കിലോ, മങ്കിയുടെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ട്രീസ് ആണ്. മങ്കി, ഗൊറില്ല, ചിമ്പാൻസി ഇതിൻ്റെയൊക്കെ ഡ്വെല്ലിങ് ട്രീസ് ആണ്. അതുപോലെ ഫിഷ് ആണെങ്കിലോ, ഫിഷിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് പോണ്ട്. പോണ്ട് അല്ലെങ്കിൽ അക്വേറിയം എന്ന് പറയാറുണ്ട്. പോണ്ട് അല്ലെങ്കിൽ അക്വേറിയം, പോണ്ട് അല്ലെങ്കിൽ അക്വേറിയം. അതുപോലെ ബേർഡ്സ് ആണെങ്കിലോ, ബേർഡ്സിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നു? ബേർഡ്സ് ആണെങ്കിൽ നെസ്റ്റ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഏവിയറി എന്നും പറയാറുണ്ട്. നെസ്റ്റ് അല്ലെങ്കിൽ ഏവിയറി. നമ്മൾ ഓപ്ഷനിൽ ഏവിയറി ഉണ്ടായിരുന്നു. ഡോഗിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര്, ഡോഗിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് കെന്നൽ എന്നാണ് പറയുന്നത്. ഡോഗിന്റെ വാസസ്ഥലമാണ് കെന്നൽ. എന്നാൽ ഈ കെന്നൽ ഒരു കളക്റ്റീവ് നൗൺ ആണ്. കെന്നൽ ഓഫ് ഡോഗ്സ് എന്നും പറയാറുണ്ട്. കെന്നൽ ഓഫ് ഡോഗ്സ്, ഡോഗിന്റെ കളക്റ്റീവ് നൗൺ ആയിട്ടും കെന്നൽ ഉപയോഗിക്കാം. ഹൈവ് ഒരു കളക്റ്റീവ് നൗൺ ആയിട്ട് ഉപയോഗിക്കാം. ഹൈവ് ഓഫ് ബീസ് എന്നാണ് പറയുന്നത്. ഹൈവ് ഓഫ് ബീസ് എന്നാണ് പറയുന്നത്. ഓക്കെ. അതുപോലെ നമ്മുടെ എന്ത് ചെയ്യും, സ്പൈഡറിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര്, സ്പൈഡർ ആണെങ്കിലോ, സ്പൈഡറിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേര് വെബ് എന്നാണ്. സ്പൈഡർ ആണെങ്കിൽ വെബ്. ആൻഡ് ആണെങ്കിലോ, ആൻഡിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ഹില്ല്. ആൻഡ് ഹില്ല് എന്നാണ് പറയുന്നത്. ആൻഡിന്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് ആൻഡ് ഹില്ല് എന്നാണ് പറയുന്നത്. ആൻഡ് ഹില്ല് എന്നാണ് പറയുന്നത്.
അതുപോലെ എന്ത് ചെയ്യുന്നു നമ്മുടെ ഹോഴ്സിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നു ഇവിടെ ഹോഴ്സിൻ്റെയൊക്കെ വാസകത്തിന് HORSE ഹോഴ്സിൻ്റെയൊക്കെ വാസകത്തിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സ്റ്റേബിൾ എന്നാണ് പറയുന്നത്. ഹോഴ്സിൻ്റെയൊക്കെ വാസകത്തിന് പറയുന്ന പേര് സ്റ്റേബിൾ എന്നാണ് ഹോഴ്സ്. അതുപോലെ ഗോട്ട്, അതുപോലെ ഷീപ്പ്, ഇതിൻ്റെയൊക്കെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് പെൻ എന്നാണ് പറയുന്നത്. ഗോട്ട് ഷീപ്പിൻ്റെയൊക്കെ വാസസ്ഥലത്തിന് പറയുന്ന പേര് പെൻ എന്നാണ്. ഓക്കെ, അതുപോലെ നമ്മുടെ വരുന്ന എന്ത് ചെയ്യും ഗോട്ട് ഷീപ്പ് ആക്കുകയാണെങ്കിൽ പെൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഡക്കിൻ്റെ വാസസ്ഥലത്തിന് പറയുന്ന പേരാണ് പോണ്ട്. ഡക്കാണെങ്കിൽ പോണ്ട് എന്നാണ് പറയുന്നത്. ഡക്കിൻ്റെ വാസസ്ഥലമാണ് പോണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓർമ്മയിലിരിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഡ്വെല്ലിംഗ് പ്ലേസസ് ഒന്ന് മറക്കാതിരിക്കുക. അടുത്ത ചോദ്യം നോക്കി. ഇഫ് ഡക്ക് ക്വാക്സ് ആൻഡ് ദെൻ ഹോഴ്സ് ഡാഷ്. കണ്ടല്ലോ, ഡക്കിന്റെ സൗണ്ടിന് പറയുന്ന പേരാണ് ക്വാക്ക് എന്നാണ് പറയുന്നത്. എന്നാൽ ഹോഴ്സിന്റെ സൗണ്ടിന് പറയുന്ന പേര് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഉത്തരമായിട്ട് വരുന്നത് നൈ ആണ്. ഏത് എ ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? എ ഓപ്ഷൻ നമുക്ക് ഉത്തരമായിട്ട് വരുന്നു. ഇനി കാര്യം പഠിച്ചേ. തന്നിരിക്കുന്നതില് നോക്കിയേ, ഹോഴ്സിന്റെ സൗണ്ടിന് പറയുന്ന പേര്, ഹോഴ്സിന്റെ സൗണ്ട് ഇപ്പൊ കൗ, അതുപോലെ ക്യാറ്റില്, അതുപോലെ ബഫല്ലോ, അതുപോലെ ഓക്സ്, ഇങ്ങനെയുള്ള ജീവജാലങ്ങൾ പശുവർഗത്തിൽപ്പെട്ടവയുടെ സൗണ്ടിന് പറയുന്ന പേര് മൂ അല്ലെങ്കിൽ ലോ എന്ന് പറയും. മൂ അല്ലെങ്കിൽ ലോ എന്ന് പറയും. എന്നാൽ ഗോട്ട്, അതുപോലെ ഷീപ്പ്, അതുപോലെ എന്ത് ചെയ്യുന്നു ഗോട്ട്, ഷീപ്പ്, ലാമ്പ്, അതുപോലെ കിഡ്, ഗോട്ടിന്റെ കുഞ്ഞിന്റെ പേരാണ് കിഡ്, അതുപോലെ എന്ത് ചെയ്യുന്നു ജിറാഫ്, അതുപോലെ എന്ത് ചെയ്യുന്നു കബ് അല്ലെങ്കിൽ കാഫ്. ഈ ജീവജാലങ്ങൾ, കാഫ് പശുക്കുട്ടിക്കൊക്കെ പറയുന്ന പേരാണ്. ഇതിന്റെ എല്ലാം സൗണ്ടിന് പറയുന്ന പേരാണ് ബ്ലീറ്റ് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നു? ബ്ലീറ്റ്. എന്നൊക്കെ പറഞ്ഞു ഗോട്ട്, ഷീപ്പ്, ലാമ്പ്, കിഡ്, ജിറാഫ്, കാഫ്. സൗണ്ട് എങ്ങനെയാണ്? ബ്ലീറ്റ്. ബ്ലീറ്റ് എന്നാണ് പറയുന്നത്. ടി ആണ്, ബ്ലീറ്റ് എന്നാണ് പറയുന്നത്. ഇനി അതേപോലെ ഡോങ്കി, ഡോങ്കിയുടെ സൗണ്ടിന് പറയുന്ന പേരാണ്, ഡോങ്കി ആണെങ്കിൽ ബ്രേ എന്നാണ് പറയുന്നത്. ഡോങ്കിയുടെ സൗണ്ടിന് പറയുന്ന പേര് ബ്രേ എന്നാണ്. ഓക്കെ, അതുപോലെ സ്നേക്ക് ആണെങ്കിലോ, സ്നേക്കിന്റെ സൗണ്ടിന് പറയുന്ന പേര് ഹിസ് എന്നാണ്. HISS, ഹിസ്സിങ് സൗണ്ട് എന്നാണ്. അതുപോലെ ടൈഗർ, ലയൺ എന്നിവയുടെ സൗണ്ടിനൊക്കെ പറയുന്ന പേരാണ് റോർ, ROAR എന്നാണ്. ടൈഗർ, ലയണിന്റെയൊക്കെ സൗണ്ടിന് പറയുന്ന പേര് റോർ എന്നാണ്. അതുപോലെ എന്ത് ചെയ്യുന്നു എലിഫന്റിന്റെ സൗണ്ടിന് പറയുന്ന പേര്, എലിഫന്റിന്റെ സൗണ്ടിന് പറയുന്ന പേരാണ് ട്രംപറ്റ് എന്നാണ് പറയുന്നത്. എലിഫന്റിന്റെ സൗണ്ടിന് പറയുന്ന പേര് ട്രംപറ്റ്. എലിഫന്റ് ആണെങ്കിൽ ട്രംപറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ എന്ത് ചെയ്യുന്നു എലിഫന്റിന്റെ സൗണ്ടിന് പറയുന്ന പേര് ട്രംപറ്റ്. ബേർഡ്സിന്റെ ഒക്കെ സൗണ്ടിന് പറയുന്ന പേരാണ് ചിർപ്പെന്നാണ് പറയുന്നത്. ബേർഡ്സ് ആണെങ്കിൽ ചിർപ്പെന്നാണ് പറയുന്നത്. ഓക്കെ, എന്നാൽ പാരറ്റ് ആണെങ്കിലോ, പാരറ്റിന്റെ സൗണ്ടിന് പറയുന്ന പേര് ടോക്ക് എന്നാണ്. ടോക്ക് അല്ലെങ്കിൽ ചാറ്റർ എന്നും പറയും. ടോക്ക് അല്ലെങ്കിൽ ചാറ്റർ. എന്നാൽ മങ്കിയുടെ സൗണ്ട് ആണെങ്കിലോ, മങ്കിയുടെ സൗണ്ടിന് പറയുന്ന പേരാണ് ചാറ്റർ എന്നും പറയാറുണ്ട്, അതുപോലെ ഗിബ്ബർ എന്നും പറയാറുണ്ട്. ചാറ്റർ അല്ലെങ്കിൽ ഗിബ്ബർ എന്ന് പറയും. ചാറ്റർ അല്ലെങ്കിൽ ഗിബ്ബർ, GIBBER, ഗിബ്ബർ എന്നും പറയാറുണ്ട്. ഓക്കെ, മങ്കിയുടെ സൗണ്ടാണ് ചാറ്റർ അല്ലെങ്കിൽ ഗിബ്ബർ. അതേപോലെ പീക്കോക്കിന്റെ സൗണ്ടിന് പറയുന്ന പേര്, പീക്കോക്ക്, വൾച്ചർ, ഇതിന്റെയൊക്കെ സൗണ്ടിന് പറയുന്ന പേര് സ്ക്രീം എന്നാണ്. പീക്കോക്ക്, വൾച്ചറിന്റെയൊക്കെ സൗണ്ടിന് പറയുന്ന പേര് സ്ക്രീം എന്നാണ്. പീക്കോക്ക്, വൾച്ചർ ആണെങ്കിൽ സ്ക്രീം എന്നാണ് പറയുന്നത്. സ്ക്രീമിങ് സൗണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, പീക്കോക്ക്, വൾച്ചർ ഒക്കെ ആണെങ്കിൽ സ്ക്രീം, മറക്കരുത്. അടുത്ത് നോക്കിയേ, ഹാപ്പി, അൺഹാപ്പി. അപ്പൊ ഹാപ്പിയുടെ ഓപ്പോസിറ്റ് ആണ് അൺഹാപ്പി. എന്നാൽ അപ്പിയറിന്റെ ഓപ്പോസിറ്റ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്? നമുക്ക് ആന്റോണിയമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അപ്പിയർ എന്തായിരിക്കും കുട്ടികളെ? നിങ്ങളിനെ പറഞ്ഞു നോക്ക്. ഡിസപ്പിയർ ഉണ്ട്, അൺഅപ്പിയർ ഉണ്ട്, ഇന്നപ്പിയർ ഉണ്ട്, ആന്റി അപ്പിയർ ഉണ്ട്. ഏത് വരും കുട്ടികളെ? ഡിസപ്പിയർ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് ഓപ്ഷൻ? എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഡിസപ്പിയർ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ഡിസപ്പിയർ ആണ്. ഇനി കാരണം പറഞ്ഞേ, എന്താണ് ഡിസപ്പിയർ വരാനുള്ള കാരണം? നമുക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അപ്പിയർ എന്ന് പറയുന്ന പൂർണ്ണ അർത്ഥമുള്ള വാക്കിന് മുന്നിലായിട്ട്
DIS എന്ന അക്ഷരങ്ങൾ കൊടുത്തപ്പോൾ അർത്ഥവ്യത്യാസം ഉണ്ടായി. ഈ വാക്കിന് പറയുന്ന ഈ അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് പ്രിഫിക്സ് എന്നാണ് പറയുന്നത്. വാക്കുകൾക്ക് മുന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേരാണ് പ്രിഫിക്സ്, മറക്കരുത്. എന്നാൽ വാക്കുകൾക്ക് പിന്നിൽ ചേർക്കുന്ന അക്ഷരങ്ങളെയോ അക്ഷരങ്ങളുടെ കൂട്ടങ്ങൾക്കോ പറയുന്ന പേരാണ് സഫിക്സ് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയുന്നു? സഫിക്സ്. ഓക്കെ, നമുക്കിവിടെ അന്റോണിമാണ് പഠിക്കേണ്ടത്. നമുക്ക് സ്വീറ്റ് പാഠപുസ്തകത്തിലുള്ള വാക്കുകളാണ് കേട്ടോ. സ്വീറ്റിന്റെ ഓപ്പോസിറ്റ് നമ്മൾ പറഞ്ഞു നോക്കിയേ, മധുരമുള്ളത്. അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? സോർ. സ്വീറ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സോർ. ഓക്കെ, പാഠപുസ്തകത്തിലുള്ളതാണ്. വാഗ്യൂ ആണെങ്കിൽ വാഗ്യൂവിന്റെ അർത്ഥം എന്താ? വാഗ്യൂ മീൻസ് നോട്ട് ക്ലിയർ എന്നാണ്. ക്ലിയർ ഇല്ലാത്തത്, വ്യക്തതയില്ലാത്തതാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ക്ലിയർ. വാഗ്യൂവിന്റെ ഓപ്പോസിറ്റ് ക്ലിയർ എന്നാണ്. വാഗ്യൂ ക്ലിയർ. വാഗ്യൂ മീൻസ് വ്യക്തതയില്ലാത്തത്, ക്ലിയർ ഇല്ലാത്തത്. അതിന്റെ ഓപ്പോസിറ്റ് ക്ലിയർ എന്നാണ്. യൂണിഫോമിന്റെ ഓപ്പോസിറ്റ് ഏതാ? യൂണിഫോം. യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കും ചിട്ടയോടുകൂടി എന്ത് ചെയ്യുന്നൂടെ? കറക്റ്റ് ആയിട്ട് നേരായ രീതിയിൽ. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ആണ് വേരിയബിൾ. മാറിക്കൊണ്ടിരിക്കുക. വേരിയബിൾ. യൂണിഫോമിന്റെ ഓപ്പോസിറ്റ് ആണ് വേരിയബിൾ. വയലന്റിന്റെ ഓപ്പോസിറ്റ് ഏതാ? വയലന്റ്. വയലന്റിന്റെ ഓപ്പോസിറ്റ് ബഹളം ഉണ്ടാക്കുക, വന്യമായ സ്വഭാവം കാണിക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ഏതാ? ജെന്റിൽ എന്നാണ്. മാന്യമായിട്ടുള്ളത്. വയലന്റിന്റെ ഓപ്പോസിറ്റ് ജെന്റിൽ എന്നാണ്. അതുപോലെ പ്രൈസ്. പ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊക്കി പറയുക അല്ലെങ്കിൽ വാഴ്ത്തി പറയുക എന്നാണ്. PRAISE. പ്രൈസ് നമ്മൾ പൊക്കി പറയുക അല്ലെങ്കിൽ വാഴ്ത്തി പറയുക. നമ്മൾ എന്ത് ചെയ്യുക? അതിന്റെ ഓപ്പോസിറ്റ് ആണ് ബ്ലെയിം ചെയ്യുക. ബ്ലെയിം എന്ന് പറഞ്ഞാൽ എന്തോ? കുറ്റപ്പെടുത്തുക, എന്ത് ചെയ്യും? കുറ്റങ്ങൾ പറയുക എന്നാണ്. പ്ലേസ് അല്ലെങ്കിൽ പ്രൈസ് ബ്ലെയിം എന്നാണ്. സാവേജ്. അടുത്ത വാക്ക് സാവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാവേജ് അപരിഷ്കൃതരായിട്ടുള്ള ആൾക്കാർ. സാവേജ് പീപ്പിൾ. അത്ര എന്ത് ചെയ്യുന്നത്? എന്തില്ലാത്തത്? വികസനമൊന്നും ഇല്ലാത്ത ആൾക്കാർ. സാവേജ് അപരിഷ്കൃതരായിട്ടുള്ള. അതിന്റെ ഓപ്പോസിറ്റ് ആണ് സിവിലൈസ്ഡ്. സാവേജിന്റെ ഓപ്പോസിറ്റ് ആണ് സിവിലൈസ്ഡ്. സാവേജ് സിവിലൈസ്ഡ് എന്ന് പറയും. അതുപോലെ റൂഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? റൂഡ് നമ്മൾ ദേഷ്യം കാണിക്കുന്ന ക്യാരക്ടറിനൊക്കെ റൂഡ് ക്യാരക്ടർ എന്നാണ് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് പൊളൈറ്റ്. റൂഡിന്റെ ഓപ്പോസിറ്റ് ആണ് പൊളൈറ്റ് നേച്ചർ എന്ന് പറയുന്നത്. വേക്കന്റ് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു കിടക്കുക എന്നാണ്. വേക്കന്റ് മീൻസ് ഒഴിഞ്ഞു കിടക്കുക. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഒക്കുപ്പൈഡ്. വേക്കന്റ് ഒക്കുപ്പൈഡ് എന്നാണ്. വേക്കന്റ് ഒക്കുപ്പൈഡ്. സ്വിഫ്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്വിഫ്റ്റ് മീൻസ് വളരെ വേഗത്തിൽ എന്നാണ്. സ്വിഫ്റ്റ് വളരെ വേഗത്തിൽ എന്നാണ്. അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? സ്ലോ. സ്വിഫ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സ്ലോ. അപ്പം ഇതെല്ലാം പാഠപുസ്തകത്തിന് സ്വിഫ്റ്റിലി എന്ത് ചെയ്യുന്നൂടെ? നമ്മുടെ അഡ്വഞ്ചർ ഇൻ എ ബനിയൻ ട്രീ എന്ന് പറഞ്ഞിട്ട് പാഠപുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം വന്നിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള വാക്കുകളായിരുന്നു. അപ്പോൾ അതൊക്കെ നോക്കി വയ്ക്കുക. എന്ത് ചെയ്യുന്നു? ഇത്തരത്തിലുള്ള വാക്കുകളെല്ലാം ഓർമ്മയിൽ ഇരിക്കുക. ഓക്കെ, അടുത്ത നോക്കിയേ. ഡാഷ് ഓഫ് ബീസ്. കണ്ടല്ലോ, ബീസിന്റെ കളക്റ്റീവ് നോൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാം ഉണ്ട്, ട്രൂപ്പ് ഉണ്ട്, ഫ്ലീറ്റ് ഉണ്ട്, ലിറ്റർ ഉണ്ട്. ഏതാണ് മക്കളെ ബീസിന്റെ കളക്റ്റീവ് നോൺ? ബീസിന്റെ കളക്റ്റീവ് നോൺ സ്വാം ഓഫ് ആണ്. ഏത് വരുന്നു? സ്വാം ഓഫ്. അതായത് A ഓപ്ഷൻ ആണ്. അപ്പൊ നോക്കിയാണ്ടേ, ഒന്ന് പഠിച്ചേ, കൂടെ ഒന്ന് പഠിച്ചേ. ആൽബം ഓഫ്. ആൽബം ഓഫ്. ഈ ആൽബം എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു വയ്ക്കുന്ന സാധനമില്ലേ? എന്തൊക്കെ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട്? ഫോട്ടോ, അതുപോലെ ഓട്ടോഗ്രാഫ്, അതുപോലെ സ്റ്റാമ്പ്. ഇതിന്റെയൊക്കെ കളക്റ്റീവ് നോൺ എന്ന് പറയുന്ന പേരാണ് ആൽബം. ആൽബം ഓഫ് കളക്റ്റീവ് നോൺ. ഫോട്ടോസ്, ഓട്ടോഗ്രാഫ്, സ്റ്റാമ്പ്. ഈ സ്റ്റാമ്പിന്റെ മറ്റൊരു കളക്റ്റീവ് നോൺ കളക്ഷൻ ഓഫ് സ്റ്റാമ്പ് എന്ന് പറയും. ഇതെന്ന് പറയും കൂട്ടല്ലേ? കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്. സ്റ്റാമ്പിന്റെ മറ്റൊരു കളക്റ്റീവ് നോൺ ആണ് കളക്ഷൻ ഓഫ് സ്റ്റാമ്പ്. ഓക്കെ, അടുത്ത ബഞ്ച്. ഈ ബഞ്ചിനകത്ത് വരുന്ന വാക്കുകൾ, ബഞ്ചിന്റെ മലയാളം എന്താ? കുല എന്നാണ്. ബഞ്ച് ഓഫിനകത്ത് വരുന്ന നൗണുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കുല എന്നർത്ഥം വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഗ്രേപ്സ്, ബനാന. വാഴക്കുല എന്ന് പറയാറുണ്ട്, മുന്തിരിക്കുല എന്ന് പറയാറുണ്ട്. അതുപോലെ ഫ്ലവർ. ഗ്രേപ്സ്, ബനാന, ഫ്ലവർ, ലാസ്റ്റ് കീയും കൂടെ പഠിക്കുക. കീയുടെ കളക്ടർ. കീ ആണ് എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ ബഞ്ച് ഓഫ് ഗ്രേപ്സ്, ബനാന, ഫ്ലവേഴ്സ്, കീസ്. ഈ ഫ്ലവറിന് മറ്റു കളക്ടറുമുണ്ട്. ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്. ബൊക്കെ, BOUQUET, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്. റീത്ത്, WREATH, റീത്ത് ഓഫ് ഫ്ലവേഴ്സ്. ഗാർലൻഡ് ഓഫ് ഫ്ലവേഴ്സ്, ബൊക്കെ ഓഫ് ഫ്ലവേഴ്സ്, റീത്ത് ഓഫ് ഫ്ലവർ. ഫ്ലവറിന്റെ മറ്റ് കളക്ടറാണ്. അടുത്താണ്
കോളനി. കോളനി ഓഫിനകത്ത് വരുന്നത്, കോളനി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണ്. ഒന്ന് ആൻഡ് ബാറ്റ്, പെങ്കിന് PNGUIN പെങ്കിന്, അതുപോലെ ബീസ്, ആൻഡ് ബാറ്റ് പെങ്കിന് ബീസ്. ഇപ്പൊ ബീസിന്റെ മറ്റൊരു കളക്ഷനുമാണ് കോളനി ഓഫ് എന്ന് പറയുന്നത്. കോളനി ഓഫ് ആൻഡ് ബാറ്റ് പെങ്കിന് ബീസ്. ഓക്കെ, മറക്കല്ലേ. അടുത്ത് വരുന്ന കളക്ഷനാണ് എന്ത് ചെയ്യും, നമ്മുടെ പോലീസിന്റെ കളക്ഷനാണ് പോസ്, POSSE പോസ് ഓഫ് പോലീസ്. അതുപോലെ പെട്രോൾ ഓഫ് പോലീസ്. അതുപോലെ എന്ത് ചെയ്യും, പോസ് ഓഫ് പോലീസ്, പെട്രോൾ ഓഫ് പോലീസ്. അതുപോലെ മർഡർ ഓഫിനകത്ത് വരുന്നതാണെങ്കിൽ മർഡർ ഓഫ് ഒരു കളക്ഷനാണ്. മർഡർ ഓഫ് ലോയർ. അതുപോലെ ഏത് വരുന്നുണ്ട്, ലോയറും അതുപോലെ ക്രോയുടെയും ലോയറിന്റെയും കളക്ഷനാണ് മർഡർ ഓഫ്. മർഡർ കഴിഞ്ഞാൽ കാക്കയാറ്റ് പോകുമെന്ന് വെച്ചു കേട്ടോ. മർഡർ കഴിഞ്ഞാൽ കിളവി കാക്കയാറ്റും പോയി നമ്മൾ വക്കീലിൻ്റെ അടുത്തും പോയെന്ന് പറയുന്നു. മർഡർ ഓഫ് ക്രോ, മർഡർ ഓഫ് ലോയർ. ഓക്കെ, അടുത്ത് വരുന്നതാണ് പാർട്ടിക്ക് പോകണമെങ്കിൽ നമ്മൾ ആരോടൊപ്പം പോകണം, ഫ്രണ്ട്സിനോടൊപ്പം പോകണം. പാർട്ടി ഓഫ് ഫ്രണ്ട്സ് എന്ന് പഠിക്കുക. പാർട്ടി ഓഫ് ഫ്രണ്ട്സ്. പ്രൈഡ് PRIDE പ്രൈഡ് മറ്റൊരു കളക്ഷനാണ്. പ്രൈഡ് ഓഫ് ലയൺ അഭിമാനം കൊള്ളുക എന്നർത്ഥത്തിൽ എടുക്കുക. മൃഗങ്ങളിൽ ഭംഗിയുള്ളത് ലയണാണ്. അതുപോലെ പീക്കോക്ക്. പ്രൈഡ് ഓഫ് ലയൺ ആൻഡ് പീക്കോക്ക്. അതുപോലെ അടുത്ത് വരുന്നതാണ് ബഞ്ച്, BUNCH ബഞ്ച് നമ്മൾ എഴുതി. അതുപോലെ ഫ്ലീറ്റ്, FLEET ഫ്ലീറ്റ് ഓഫ്. വെഹിക്കിൾസിന്റെ മൊത്തം കളക്ഷനാണ് ഫ്ലീറ്റ് ഓഫ്. വെഹിക്കിൾസിനകത്ത് ഏത് വരും, കാറ്, ബസ്, ലോറി, ഷിപ്പ്, ട്രെയിൻ എല്ലാം ഫ്ലീറ്റ് ഓഫ് ആണ്. ഫ്ലീറ്റ് ഓഫ് കാറ്, ബസ്, ലോറി, ഷിപ്പ്, ട്രെയിൻ എല്ലാത്തിൻ്റെയും കളക്ഷനാണ് ഫ്ലീറ്റ് ഓഫ്. ഇതിൽ ഷിപ്പിന്റെ മറ്റൊരു കളക്ഷനാണ് ഫ്ലോട്ടില്ല ഓഫ് ഷിപ്പ് എന്ന് പറയാം. അതുപോലെ അർമാഡ, ARMADA അർമാഡ ഓഫ് ഷിപ്പ് എന്ന് പറയും. ഫ്ലോട്ടില്ല ഓഫ് ഷിപ്പ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ അടുത്ത ട്രൂപ്പാണ്. ട്രൂപ്പിൽ വരുന്ന നമ്മളുകൾ ഏതൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോണം. ട്രൂപ്പ് ഓഫ്. ഓക്കെ, ട്രൂപ്പിൽ വരുന്നതാണ് ട്രൂപ്പ്, TROUPE ട്രൂപ്പ് ഓഫ്. ആർട്ടിസ്റ്റ് ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡാൻസേഴ്സ്. ആർട്ടിസ്റ്റിന്റെയും ഡാൻസേഴ്സിന്റെയും കളക്ഷനാണ് ട്രൂപ്പ് ഓഫ്. എന്നാൽ കൊയർ, CHOIR കൊയർ ഓഫ് ആണെങ്കിൽ സിംഗേഴ്സ് ആണ്. സിംഗേഴ്സിന്റെ കളക്ഷനാണ് കൊയർ ഓഫ്. ഓക്കെ, സിംഗർ. അതുപോലെ ഫ്ലോക്ക്, FLOCK ഫ്ലോക്ക് ഓഫ് ആണെങ്കിൽ ഷീപ്പ്. അതുപോലെ ടൂറിസ്റ്റ്, ബേർഡ്സിന്റെ ഒക്കെ കളക്ഷനാണ് ഫ്ലോക്ക് ഓഫ് ആണ്. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ടൂറിസ്റ്റ്, ബേർഡ്സ്. അടുത്തതാണെങ്കിലോ ഫ്ലോക്ക്. അത് കഴിഞ്ഞിട്ട് അടുത്ത് നമുക്ക് ചോദിച്ചുള്ള വളരെ പ്രധാനപ്പെട്ടതൊക്കെയാണ് പറയുന്നത്. അതുപോലെ അടുത്ത് വരുന്നത് ഗ്രൂപ്പ് ഓഫ്, GROUP ഗ്രൂപ്പ് ഓഫ്. ഗ്രൂപ്പ് ഓഫ് ഡാൻസേഴ്സ്, സിംഗർ, ഐലൻഡ്, ISLAND ഐലൻഡ്. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ, ഡാൻസേഴ്സ്, സിംഗേഴ്സ്, ഐലൻഡ്, പീപ്പിൾ. പീപ്പിൾ എന്നേ പറയുള്ളൂ, പീപ്പിൾസ് എന്ന് പറയില്ല. പീപ്പിളിന്റെ മറ്റൊരു കളക്ഷനാണ് മോബ് ഓഫ് പീപ്പിൾ എന്ന് പറയും. മോബ് ഓഫ് പീപ്പിൾ എന്ന് പറയും, കങ്കാരു എന്ന് പറയും. മോബ് ഓഫ് പീപ്പിൾ ആൻഡ് കങ്കാരു. ക്രൗഡും പറയും, ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറയാം. ക്രൗഡ് ഓഫ് പീപ്പിൾ. അപ്പൊ മോബ് ഓഫ് പീപ്പിളും പറയും, കങ്കാരു എന്നും പറയും. ക്രൗഡ് ഓഫിനകത്ത് വരുന്നത് പീപ്പിൾ മാത്രമാണ്. ക്രൗഡ് ഓഫ് പീപ്പിൾ മറക്കില്ലല്ലോ. അടുത്താണ് ഹേർഡ് ഓഫ്. വളരെ പ്രധാനപ്പെട്ട ഹേർഡ് ഓഫ്, HERD ഹേർഡ് ഓഫിനകത്ത് വരുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? ഹേർഡ് ഓഫ് എന്ന് പറഞ്ഞാൽ നിങ്ങളിങ്ങനെ പഠിക്കുക, ചാണകമിടുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണ് മക്കളെ? കൗ ഉണ്ട്, ക്യാറ്റിലുണ്ട്, അതുപോലെ ബഫല്ലോ ഉണ്ട്, അതുപോലെ എലിഫന്റ്. ചാണം എന്ന് പറയുന്നത് പക്ക ചാണമല്ല, ഇച്ചിരി വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. എലിഫന്റ്, അതുപോലെ ഗോട്ട്, അതുപോലെ ഡിയർ, അതുപോലെ ജിറാഫ്, അതുപോലെ ആൻറ്റീലോപ്പ്.
ഓക്കെ. ഇതിൻ്റെ എല്ലാം കളക്ട് ചെയ്യുന്നത് ഹേർഡ് ഓഫ് ആണ്. ചാണകം ഇവിടുന്ന് ജീവജാലങ്ങൾ എന്ന് ഓർമ്മയിലിരുന്നാൽ മതി. ചാണക കേസാകുമ്പോഴത്തേക്ക് മറക്കൂല. അപ്പം കൗ, ക്യാറ്റിൽ, ബഫല്ലോ, ഓക്സ്, എലിഫന്റ്, ഗോട്ട്, ഡിയർ, ജിറാഫ്, ക്യാമലുണ്ട്, ഹോഴ്സ് ഉണ്ട്, ആന്റിലോപ്പ് ഉണ്ട്, സീബ്ര ഉണ്ട്. എല്ലാത്തിൻ്റെയും കളക്ട് ചെയ്യുന്നതാ ഹേർഡ് ഓഫ് ആണ്. ഇതിൻ്റെയൊക്കെ കളക്ട് ചെയ്യുന്നതാ ഹേർഡ് ഓഫ് ആണ്. അതുപോലെ അടുത്ത് വരുന്നതാണ് ഹേർഡ് ഓഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് നോക്കേ സ്യൂട്ട്, SUIT, സ്യൂട്ട് ഓഫ്. സ്യൂട്ട് ഓഫിനകത്ത് വരുന്ന റൂമാണ് കേട്ടോ. റൂം, സ്യൂട്ട് ഓഫ് റൂം, ഫർണിച്ചറും പറയാം. സ്യൂട്ട് ഓഫ് റൂംസ് ആൻഡ് ഫർണിച്ചേഴ്സ്. സ്യൂട്ട് ഓഫ് റൂംസ്, ഫർണിച്ചേഴ്സ് എന്ന് പറയും. സ്യൂട്ട് ഓഫ് റൂംസും ഉണ്ട്, അതുപോലെ ഫർണിച്ചേഴ്സും ഉണ്ട്. മറക്കരുത്, സ്യൂട്ട് ഓഫ് റൂംസ്, ഫർണിച്ചേഴ്സ്. അതുപോലെ അടുത്ത് വരുന്ന സാധനം ഏതാണെന്ന് ചോദിച്ചാൽ ധാരാളം പറയുന്നുണ്ട്. സ്യൂട്ട് ഓഫ് റൂംസ്, ഫർണിച്ചേഴ്സ്. അടുത്ത് വരുന്നതാണ് അറ്റ്ലസ്. അറ്റ്ലസ് ഓഫ് മാപ്പ് എന്നാണ് കേട്ടോ. അറ്റ്ലസ് ഓഫ് മാപ്പ്. മാപ്പിന്റെ കളക്ഷനാണ് അറ്റ്ലസ് എന്നാണ്. അറ്റ്ലസ് ഓഫ് മാപ്പ്. അതുപോലെ സൂ, ZOO, സൂവിൽ പോയ വൈൽഡ് അനിമലിനെ കാണാം. സൂ ഓഫ് വൈൽഡ് ആനിമൽ. സൂ ഓഫ് വൈൽഡ് ആനിമൽ എന്നാണ് കേട്ടോ. സൂ ഓഫ് വൈൽഡ് ആനിമൽ. അതുപോലെ ഫോറസ്റ്റ്, ഫോറസ്റ്റ് ഓഫ് ട്രീസ്. ഫോറസ്റ്റിൽ പോയ ധാരാളം മരങ്ങളുണ്ട്. ഫോറസ്റ്റ് ഓഫ് ട്രീസ്. അതുപോലെ ഓർച്ചാർഡ്, ORCHARD, ഓർച്ചാർഡ് ഓഫ് ട്രീസ് എന്ന് പറയാം. ഓർച്ചാർഡ് ഓഫ് ട്രീസ്, ഫോറസ്റ്റ് ഓഫ് ട്രീസ്, ഓർച്ചാർഡ് ഓഫ് ട്രീസ്. കൾച്ചർ ആണെങ്കിലോ കൾച്ചർ ഓഫ് ബാക്ടീരിയ. കൾച്ചർ ഓഫ് ബാക്ടീരിയ എന്നാണ്. കൾച്ചർ ഓഫ് ബാക്ടീരിയയുടെ കളക്ടറാണ് കൾച്ചർ എന്നാണ്. കൾച്ചർ ഓഫ് ബാക്ടീരിയ. വെൽത്ത് ആണെങ്കിൽ വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്നാണ്. വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ്. വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്നാണ്. ഇത് രണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കൾച്ചർ ഓഫ് ബാക്ടീരിയ, വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്ന് പറയും. വെൽത്ത് ഓഫ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ്. അതുപോലെ അടുത്ത് വരുന്നതാണ് സ്വാം, SWARM, സ്വാം ഓഫ്. പ്രാണി വർഗത്തിൽപ്പെട്ടവയുടെ കളക്ടറാണ് സ്വാം ഓഫ്. ഒന്ന് ഇൻസെക്റ്റുകൾ വരാറുണ്ട്, കോക്രോച്ച് വരാറുണ്ട്. പിന്നെ അതേപോലെ കോക്രോച്ച്, ഇൻസെക്റ്റ്, ഫ്ലൈസ് വരാറുണ്ട്. അതുപോലെ ബീസ് വരാറുണ്ട്. ഇതിൻ്റെയൊക്കെ കളക്ടറാണ് സ്വാം ഓഫ് ആണ്. സ്വാം ഓഫ് മറക്കരുത്. അതുപോലെ ലിറ്റർ ഓഫ്. ലിറ്റർ ഓഫിനകത്ത് വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റർ ഓഫ് പപ്പി വരാറുണ്ട്. പപ്പി പട്ടിക്കുട്ടിയാണ്, പപ്പി. അതുപോലെ കിറ്റൺ, പപ്പി, കിറ്റൺ. അതുപോലെ പിഗ്ലെറ്റ്, പന്നിയുടെ കുഞ്ഞിൻ്റെ പേരാണ് പിഗ്ലെറ്റ്, LET, പിഗ്ലെറ്റ്. അതുപോലെ കബ്ബും പറയും. കബ്ബ് എന്ന് പറഞ്ഞാൽ ലയണിൻ്റെയൊക്കെ കുഞ്ഞ്. അപ്പോൾ ലിറ്റർ ഓഫ് പപ്പി, കിറ്റൺ, പിഗ്ലെറ്റ്, കബ്ബ്. പപ്പി, കിറ്റൺ, പിഗ്ലെറ്റ്, കബ്ബ്. മറക്കരുത്, പപ്പി, കിറ്റൺ, പിഗ്ലെറ്റ്, കബ്ബാണ് ഏത് ലിറ്റർ ഓഫിനകത്ത് വരുന്ന. ലിറ്റർ ഓഫ്. ഫിഷിൻ്റെ കളക്ടർ ഏതാ? ഫിഷ് പഠിച്ചതാണ്. ഫിഷ് സ്കൂളിൽ പഠിക്കുമ്പോൾ ഷോൾ ഉപയോഗിച്ച് മീൻ പിടിച്ചിട്ടുണ്ട്. സ്കൂൾ ഓഫ് ഫിഷ്, ഷോൾ, SHOAL, ഷോൾ ഓഫ് ഫിഷ്. ക്യാച്ച് ഓഫ് ഫിഷ്. ഹൗൾ, HAUL, ഹൗൾ ഓഫ് ഫിഷ്. സ്കൂൾ ഓഫ് ഫിഷ്, ഷോൾ ഓഫ് ഫിഷ്, ക്യാച്ച് ഓഫ് ഫിഷ്, ഹൗൾ ഓഫ് ഫിഷ്. മറക്കരുത്, സ്കൂള്, ഷോള്, ക്യാച്ച്, ഹൗൾ. ഇതൊക്കെ കളക്റ്റിംഗ് ഓണങ്ങളാണ്. അതുപോലെ അതുപോലെ ട്രൂപ്പ്, TROOP, ട്രൂപ്പ് ഓഫിനകത്ത് വരുന്നത് മങ്കിയാണ്. മങ്കിയുടെ കളക്ടറാണ് ട്രൂപ്പ് ഓഫ് മങ്കീസ്, ഗൊറില്ല, ചിമ്പാൻസി. ട്രൈബും പറയാം കേട്ടോ. ട്രൈബ് ഓഫ് മങ്കീസ് എന്ന് പറയാം. ട്രൈബ് ഓഫ് മങ്കീസ്. പൈൽ, PILE, പൈൽ ഓഫ് ക്ലോത്ത് ആൻഡ് ബുക്ക്. ബുക്കിൻ്റെയൊക്കെ കളക്ടറാണ് പൈൽ ഓഫ് ആണ്. ജഗ് ഓഫ് ആണെങ്കിൽ JUG, ജഗ് ഓഫ് വാട്ടർ എന്നാണ് കേട്ടോ. ജഗ് ഓഫ് വാട്ടറിൻ്റെ കളക്ടറാണ് ജഗ് എന്നാണ്. ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് ഓഫ് വാട്ടർ എന്നും പറയാം കേട്ടോ. ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയാം. ജഗ് ഓഫ് വാട്ടർ, ഗ്ലാസ് ഓഫ് വാട്ടർ. എന്നാൽ മിൽക്ക് ആണെങ്കിൽ മിൽക്കിൻ്റെ കളക്ടറാണ് ബോട്ടിൽ എന്ന് പറയണം. ബോട്ടിൽ ഓഫ് മിൽക്ക് എന്ന് പറയും. ബോട്ടിൽ ഓഫ് മിൽക്ക് മറക്കരുത്. ജഗ് ഓഫ് വാട്ടർ, ഗ്ലാസ് ഓഫ് വാട്ടർ, ബോട്ടിൽ ഓഫ് മിൽക്ക്. ലൈബ്രറി ആണെങ്കിൽ ലൈബ്രറി പോയ ബുക്ക് എടുക്കാൻ കേട്ടോ. ലൈബ്രറി ഓഫ് ബുക്സ് എന്നാണ് പറയുന്നത്. ലൈബ്രറി ഓഫ് ബുക്സ്. ക്ലാസ്, CLASS ക്ലാസ് ആണെങ്കിൽ ക്ലാസ്സിൽ സ്റ്റുഡൻസ് ആണുള്ളത് കേട്ടോ. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് പറയുന്നത്. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളുടെ കളക്ടറാണ് ക്ലാസ് എന്നാണ്. ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് എന്നും പറയാറുണ്ട് കേട്ടോ.
ക്ലാസ് ഓഫ് സ്റ്റുഡൻസ്. റേഞ്ച് ഇല്ലെങ്കിൽ പർവ്വതത്തിന്റെ മണ്ടയിലേക്ക് കയറി പോകും കേട്ടോ. റേഞ്ച് ഓഫ് മൗണ്ടെയിൻ എന്ന് പറയും. ഓർമ്മയിലിരിക്കുക. അടുത്ത ചോദ്യം നോക്കിയേ. ആർട്സ് കോളേജ് ഈസ് എ ഓർ ആൻ ഡാഷ് വേർഡ്. തന്നിരിക്കുന്നതിൽ ആർട്സ് കോളേജ് എന്ന് പറയുന്ന വാക്ക് എന്ത് തരം വാക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ, കോംപ്ലക്സ്, കോമ്പൗണ്ട്, അട്രിബ്യൂട്ടീവ്. നമുക്ക് ഏത് വരുന്നു കുട്ടികളെ? നിങ്ങൾ എന്നെ പറഞ്ഞു ഏത് വരുന്നു? നമുക്ക് കോമ്പൗണ്ട് വേർഡാണ്. സി ഓപ്ഷൻ ആയിട്ടുള്ള കോമ്പൗണ്ട് വേർഡ്. എന്താണ് കിട്ടുള്ള ഈ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ? രണ്ട് അർത്ഥമുള്ള മീനിങ് ഉള്ള വാക്കുകൾ ചേർത്ത് എന്ത് ചെയ്യണം കുട്ടികളെ? മൂന്നാമതൊരർത്ഥമുള്ള വാക്കുണ്ടാക്കും. രണ്ട് വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരർത്ഥമുള്ള വാക്കുണ്ടാക്കി കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആർട്സ് എന്ന് പറയുന്ന ഒരു വാക്ക്, കോളേജ് എന്ന് പറയുന്ന മറ്റൊരു വാക്ക്, രണ്ടും കൂടി ചേർത്തപ്പോൾ ആർട്സ് കോളേജ് ആയിട്ട് മാറി. ബർത്ത് എന്ന് പറയുന്ന ഒരു വാക്ക്, ഡേ എന്ന് പറയുന്ന മറ്റൊരു വാക്ക്, രണ്ടും കൂടി ചേർത്തപ്പോൾ ബർത്ത്ഡേ കിട്ടി, കോമ്പൗണ്ട് വേർഡ്. ലിവിങ് എന്ന് പറയുന്ന ഒരു വാക്ക്, റൂം എന്ന് പറയുന്ന മറ്റൊരു വാക്ക്, ലിവിങ് റൂം എന്ന് എഴുതിയപ്പോൾ മൂന്നാമതൊരർത്ഥം വരുന്ന വാക്കായിട്ട് മാറി. ഓക്കെ, വാക്ക്. കീ ഒരു വാക്ക്, ബോർഡ് ഒരു വാക്ക്, കീബോർഡ് എന്നായപ്പം അതൊരു എന്തായിട്ട് മാറി? കോമ്പൗണ്ട് വേർഡായിട്ട് മാറി. അതുപോലെ സൺ ഒരു വാക്ക്, ഇന്നൊരു വാക്ക്, ലോ, സൺ ഇൻ ലോ കോമ്പൗണ്ട് വേർഡ്, ബ്രദർ ഇൻ ലോ കോമ്പൗണ്ട് വേർഡ്, ഫാദർ ഇൻ ലോ കോമ്പൗണ്ട് വേർഡ്, മദർ ഇൻ ലോ കോമ്പൗണ്ട് വേർഡാണ്. ഓക്കെ, അപ്പോൾ രണ്ട് വ്യത്യസ്ത അർത്ഥം തരുന്ന വാക്കുകൾ ചേർത്ത് മൂന്നാമതൊരു അർത്ഥം തരുന്ന വാക്കുണ്ടാക്കിയാൽ അതിന് പറയുന്ന പേരാണ് കോമ്പൗണ്ട് വേർഡ്. 3 തരം കോമ്പൗണ്ട് വേർഡാണ് നമുക്കുള്ളത്. 3 ടൈപ്പാണുള്ളത്. ഒന്നാമത്തെ പേരാണ് ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. രണ്ടാമത്തെ പേരാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. മൂന്നാമത്തെ പേരാണ് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, ഓപ്പൺ കോമ്പൗണ്ട് വേർഡ് എന്ന് പറഞ്ഞാൽ വാക്കാണ്. ഇതൊരു ഓപ്പൺ കോമ്പൗണ്ട്, വാക്കുകൾക്കിടയിൽ ഗ്യാപ്പ് വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന വാക്കുകൾക്ക് പറയുന്ന ഒരു ഓപ്പൺ കോമ്പൗണ്ട് വേർഡ്. എന്നാൽ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചേർത്തിരുന്നു, അത് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡ്. വാക്കുകൾക്കിടയിൽ ഹൈഫൺ വരികയാണെങ്കിൽ അതിന് പറയുന്ന പേര് ഹൈഫണേറ്റഡ് കോമ്പൗണ്ട് വേർഡ്. ഓക്കെ, ഇത് സിമ്പിൾ എന്ന് പറയുന്ന സെന്റൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻസ്പൈറ്റ് ഓഫ്, ഡസ്പൈറ്റ്, ing, 2+v1, besides, അതുപോലെ to, അതുപോലെ enough to. ഈ വാക്കുകൾ വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ ആയിരിക്കും, സിമ്പിൾ സെന്റൻസ്. ഇൻസ്പൈറ്റ് ഓഫിലാണ് ഒരു സെന്റൻസ് തുടങ്ങുന്നത്. ഇൻസ്പൈറ്റ് ഓഫ് ഹെർ ഇൽനെസ് ഷീ ഗോസ് ടു സ്കൂൾ. ഇൻസ്പൈറ്റ് ഓഫ് തുടങ്ങിയിരിക്കുന്നു. ഡെസ്പൈറ്റ് തുടങ്ങുന്നു, ing തുടങ്ങുന്നു, അല്ലെങ്കിൽ ബിസൈഡ്സിൽ തുടങ്ങുന്നു, അല്ലെങ്കിൽ to ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ട്, ഇനഫ് ടു വന്നിട്ടുണ്ട്, 2+v1 വന്നിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന സെന്റൻസുകൾക്ക് പറയുന്ന പേര് സിമ്പിൾ സെന്റൻസ് ആണ്. അടുത്ത കോമ്പൗണ്ട് സെന്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ചോണം. കോമ്പൗണ്ട് സെന്റൻസ് രണ്ട് സിമ്പിൾ സെന്റൻസ് ചേർത്ത് പറഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് സെന്റൻസ്. രണ്ട് സിമ്പിൾ സെന്റൻസുകൾ ചേർത്ത് പറഞ്ഞാൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. കോഡ് നമ്മൾ പഠിക്കണം. ഫാൻ ബോയ്സ് എന്നത് പഠിച്ചു കൂട്ടല്ലേ. ഫാൻ ബോയ്സ് വരുന്ന സെന്റൻസ് കോമ്പൗണ്ട്. എഫിൽ വരുന്ന വാക്ക് എന്തെന്ന് പഠിക്കുക? കോമ്പൗണ്ട് സെന്റൻസ് എന്ന രീതിയിലാണ് പറയുന്നത്. കോമ്പൗണ്ട് വേർഡാണ് ഞാൻ പറയുന്നത്, കോമ്പൗണ്ട് സെന്റൻസ് ആണേ. എഫിൽ വരുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ ഫോർ. എയിൽ വരുന്ന വാക്ക് എന്താണെന്ന് വെച്ചാൽ ആൻഡ്. ബിയിൽ എന്നിൽ വരുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ നോറ്. ബിയിൽ വരുന്ന വാക്ക് ബട്ട്. ഓയിൽ വരുന്ന വാക്ക് ഓറ്. വൈയിൽ വരുന്ന വാക്ക് എറ്റ്. എസ്സിൽ വരുന്ന വാക്ക് സോ. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയും. സെന്റൻസ് കോമ്പൗണ്ട് ആയിട്ട് മാറും. നമ്മളിവിടെ കോമ്പൗണ്ട് വേർഡ് ആണ്, ഇവിടെ വേർഡ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? കോമ്പൗണ്ട് വേർഡ്. ഞാൻ അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഇത്തരത്തിലുള്ള ഇപ്പം രാഹുൽ ഈസ് പ്ലേയിങ് ആൻഡ് ഡാൻസിങ്. ഇപ്പം ആൻഡ് വന്നിരിക്കുന്നു, ആൻഡ് വരുന്നുണ്ട്, അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. മനസ്സിലായോ? ഇതുപോലെ വരുന്ന 2-3 വാക്കുകൊണ്ട് പഠിക്കുക. എയ്തർ ഓർ വരുന്ന സെന്റൻസ് കോമ്പൗണ്ട് ആണ്. അതുപോലെ നൈദർ നോർ വരുന്ന സെന്റൻസ് കോമ്പൗണ്ട് ആണ്. അതുപോലെ നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുന്ന സെന്റൻസ് കോമ്പൗണ്ട് ആണ്. നോട്ട് ഓൺലി ബട്ട് ആൾസോ വരുന്ന സെന്റൻസ് കോമ്പൗണ്ട് ആണ്. അതുപോലെ സോ എന്ത് ചെയ്യുന്നു? ബോത്ത് ആൻഡ് വരുന്ന സെന്റൻസ് കോമ്പൗണ്ട് ആണ്. ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും അല്ല കോമ്പൗണ്ട് എന്ന് മറക്കരുത്. ഓക്കെ, ഇത്തരത്തിലുള്ള വാക്കുകൾ വരുന്ന സെന്റൻസിന് നമുക്ക് എന്താ പറയാം? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാം. അതുപോലെ എന്താണ് ഈ കോംപ്ലക്സ് സെന്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഒരു പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസും ഒരു അർത്ഥമില്ലാത്ത സെന്റൻസും ചേർത്ത് എഴുതിയാൽ അതിന് പറയുന്ന പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. കോഡ് പഠിച്ചാൽ മതി. ഒരു കോഡുണ്ട്, ശബരി, SHABARI, ശബരി UT വോൺ എന്ന് പഠിക്കുക. ശബരി UT വോൺ. അപ്പം ഈ വാക്കുകൾ, ഞാൻ ഈ പറയാൻ പോകുന്ന വാക്കുകൾ ഒരു സെന്റൻസിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. എസ്സിൽ വരുന്ന വാക്ക് സിൻസ്. എസ്സിൽ വരുന്ന വാക്ക് ഏതാ? സിൻസ്. എച്ചിൽ വരുന്ന രണ്ട് വാക്കുണ്ട്, ഹൗ, ഹവ്വർ. ഹൗ ഉണ്ട്, അതുപോലെ ഹവ്വർ ഉണ്ട്. ഹൗ, ഹവ്വർ. എയിൽ വരുന്ന രണ്ട് വാക്കുണ്ട്, അസ്, അസിഫ്. അസ്, അസിഫ്. അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്കാണ് ബിക്കോസ്, ബിഫോർ. ബിക്കോസ്, ബിഫോർ. ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്കാണ് ആൾദോ, ആഫ്റ്റർ. ആൾദോ, ആഫ്റ്റർ. ആൾദോ, ആഫ്റ്റർ. അടുത്ത ആറിൽ വരുന്ന വാക്കാണ് റെയർലി. റെയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? റെയർലി വെന്ന്, ഹാർഡ്ലി വെന്ന്, ബെയർലി വെന്ന്. റെയർലി വെന്ന്, ബെയർലി വെന്ന്, ഹാർഡ്ലി വെന്ന്. ഇങ്ങനെയുള്ള വാക്കുകൾ വന്നിട്ടുണ്ടോ നോക്കാം. അതിൽ വരുന്ന വാക്കാണ് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. യുവിൽ വരുന്ന വാക്കാണ് അൺലെസ്. യുവിൽ വരുന്ന വാക്ക് അൺലെസ്. ടിയിൽ വരുന്ന വാക്കാണ് ദോ. THOUGH. ദോ, ത്രൂ. THROUGH. ത്രൂ ദാറ്റ്. ദോ, ത്രൂ ദാറ്റ്. ടിയിൽ വരുന്ന മൂന്ന് വാക്ക് ഏതാ? ദോ, ത്രൂ ദാറ്റ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡബ്ല്യൂയിൽ വരുന്ന വാക്കാണ് വാട്ട്, വാട്ടെവർ. വാട്ട്, വാട്ടെവർ. വെന്ന്, വെന്ന്, വെന്നെവർ. വെയർ, WHER. വെയർ, വെയറവർ. വിച്ച്, അടുത്ത വാക്ക് വിച്ച്, വിച്ചവർ. അടുത്തത് ഹൂ, ഹൂം, ഹൂഎവർ. ഹൂ, ഹൂം, ഹൂഎവർ. ലാസ്റ്റത്തെ വാക്ക് വൈൽ, WHIL. അപ്പോൾ ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് ഏതൊക്കെയാണ്? വാട്ട്, വാട്ടെവർ. വെന്ന്, വെന്നെവർ. വെയർ, വെയറവർ. വിച്ച്, വിച്ചവർ. ഹൂ, ഹൂം, ഹൂഎവർ. വൈൽ. അടുത്ത് ഓയിൽ വരുന്ന വാക്കാണ് വൺസ്. ഓയിൽ വരുന്ന വാക്ക് വൺസ്. ഇതാ ഇവിടോട്ട് എഴുതിയാണ്. ഓയിൽ വരുന്ന വാക്ക് വൺസ്. അടുത്തൊരു എന്നും കൂടി ഇല്ലേ? എന്നിൽ വരുന്ന വാക്കാണ് നോ സൂണർ ദാൻ. നോ സൂണർ ദാൻ. അപ്പോൾ ഈ വാക്കുകൾ ശബരി, UT വോൺ. എസ്സിൽ വരുന്ന വാക്ക് സിൻസ്, എച്ച് ഹൗ, ഹവ്വർ. എയിൽ വരുന്ന വാക്ക് അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ആൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റെയർലി, ബെയർലി, ഹാർഡ്ലി, വെന്ന്. ഇനി യുവിൽ വരുന്ന വാക്ക്, ഐയിൽ വരുന്ന വാക്ക് ഇഫ്, ഇൻ ഓർഡർ ദാറ്റ്. യുവിൽ വരുന്ന വാക്ക് അൺലെസ്. ടിയിൽ വരുന്ന മൂന്ന് വാക്ക് ദോ, ത്രൂ ദാറ്റ്. ഡബ്ല്യൂയിൽ വരുന്ന വാക്ക് വാട്ട്, വാട്ടെവർ. വെന്ന്, വെന്നെവർ. വെയർ, വെയറവർ. വിച്ച്, വിച്ചവർ. ഹൂ, ഹൂം, ഹൂവർ. വൈൽ. ഓയിൽ വരുന്ന വാക്ക് വൺസ്. എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. ഇപ്പൊ കുട്ടികളെ ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് ഒരു സെന്റൻസിനുണ്ടെങ്കിൽ അത്തരം സെന്റൻസുകൾക്ക് പറയുന്ന പേര് കോംപ്ലക്സ് സെന്റൻസ് ആണ്. അപ്പൊ നമ്മൾ ആ സെന്റൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. സിമ്പിൾ എന്താണ്, കോമ്പൗണ്ട് സെന്റൻസ് എന്താണ്, കോംപ്ലക്സ് സെന്റൻസ് എന്താണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വാക്കുകൾ ഉണ്ടാകുന്ന നോക്കിയ സെന്റൻസിൽ അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ദ സ്റ്റോറി ഈസ് എബൌട്ട് എ ഡാഷ് ബിറ്റ്വീൻ ടു ബ്രദേഴ്സ്. കണ്ടല്ലോ? ഇത് എന്ത് ചെയ്യും? നമ്മുടെ +2, അതായത് നമ്മുടെ +2ൽ അമീഗോ ബ്രദേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു പാഠം പഠിക്കണം. അതിനകത്ത് നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. അവിടെ രണ്ട് ബ്രദേഴ്സ്, സൗഹൃദ സഹോദരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു രണ്ട് പാഠമുണ്ട്. അപ്പോൾ ആ സ്റ്റോറീസ് എബൌട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡാഷ് ടു, ബിറ്റ്വീൻ ടു ബ്രദേഴ്സ്. കണ്ടല്ലോ? അവിടെ കൺഫ്യൂസിങ് വേർഡുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഡ്വെൽ എന്നതിൻ്റെ കൺഫ്യൂസിങ് വേർഡാണ്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ. DUEL ഉണ്ട്, DUAL ഉണ്ട്. പ്രത്യേകത ഉണ്ട് മക്കളെ. ഇ എന്ന് പറഞ്ഞാൽ എനിമി എന്ന് പഠിക്കാനുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ എന്തോ? എനിമി. എനിമികൾ കണ്ടു കഴിഞ്ഞാൽ അടി ഉണ്ടാക്കും. ഇതിന് പറയുന്ന പേരാണ് അടി അല്ലെങ്കിൽ യുദ്ധം എന്നൊക്കെ പറയുന്നത്.
ഡ്യുവൽ സിം എന്ന് പറഞ്ഞാൽ ഡ്യുവൽ എന്ന് പറഞ്ഞാൽ രണ്ടെന്നാണ്. ഡ്യുവൽ മീൻസ് രണ്ടെന്നാണ്. ഡ്യുവൽ മീൻസ് രണ്ട്. ഡ്യുവറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ച് പാടുന്നു, ഡ്യുവറ്റ് സോങ് എന്നൊക്കെ പറയില്ലേ, അതാണ് പറയുന്നത്. അതുപോലെ ബോർ, അടുത്ത വാക്കാണ് ബോർ, BORE ബോർ. ബോർ എന്ന് പറഞ്ഞാൽ മുഷിയുക, മുഷിപ്പ് എന്നാണ് കേട്ടോ, മുഷിപ്പ്. നമ്മൾ ബോറടിച്ചെന്ന് പറയില്ലേ, മുഷിപ്പ്. അല്ലെങ്കിൽ ഡ്രില്ലെന്ന് പറയും, തുരക്കുക. ബോർവെൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ, തുരക്കുക. അതുപോലെ BOAR ബോർ എന്ന് പറഞ്ഞാൽ പിഗ് എന്നാണ് കേട്ടോ, പന്നി. കാട്ടുപന്നിക്ക് പറയുന്ന പേരാണ് ബോർ. ബോറ്, ബോർ. അതുപോലെ ബ്രൈഡൽ ആണെങ്കിൽ BRIDAL ബ്രൈഡൽ. ബ്രൈഡൽ എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് എന്നാണ് കേട്ടോ, കല്യാണം, ബ്രൈഡൽ കളക്ഷൻ, വെഡ്ഡിങ് എന്നാണ്. എന്നാലേ BRIDLE ബ്രൈഡൽ എന്ന് പറഞ്ഞാൽ കടിഞ്ഞാണെന്നാണ്. കല്യാണം കഴിഞ്ഞാൽ കടിഞ്ഞാൺ ഇട്ടതുപോലെ ആവും എന്ന് ഓർമ്മ ചെയ്താൽ. അപ്പം ബ്രൈഡല് കടിഞ്ഞാണെന്നാണ്. നമ്മൾ കടിഞ്ഞാൺ കെട്ടുക എന്നൊക്കെ പറയില്ലേ, കടിഞ്ഞാണ്. അതുപോലെ ബിയർ ആണെങ്കിൽ ബെയർ, BEAR ബെയർ ഉണ്ട്. അതേപോലെ എന്ത് ചെയ്യുന്നൂടെ BARE ഉണ്ട്. അതുപോലെ BEER ഉണ്ട്, ബിയർ ഉണ്ട്. ഏതാണ്ട് ഈ ബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരടി എന്നും അർത്ഥമുണ്ട്. അതുപോലെ സഹിക്കുക എന്നും അർത്ഥമുണ്ട്, കരടി അല്ലെങ്കിൽ സഹിക്കുക. ഈ ബെയർ എന്ന് പറഞ്ഞാലോ നഗ്നമായത്, ബെയർ ഫുട്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ബിയർ എന്ന് പറഞ്ഞാൽ മദ്യം എന്ന് കേട്ടോ, ഇത് മദ്യം. ഓക്കെ, BEAR ബെയർ എന്ന് പറഞ്ഞാൽ കരടി അല്ലെങ്കിൽ സഹിക്കുക. BARE ബെയർ എന്ന് പറഞ്ഞാൽ നഗ്നം. ബിയർ എന്ന് പറഞ്ഞാൽ മദ്യം എന്ന്. അതുപോലെ അടുത്ത് വരുന്നത് കനോൺ, CANON കനോണും ഉണ്ട്, CANON ഉണ്ട്, CANNON ഉണ്ട്. രണ്ടെണ്ണോ എന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം പീരങ്കി എന്നാണ്. പീരങ്കി പാഠപുസ്തകത്തിലുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, പീരങ്കി. നമ്മുടെ ബ്ലോയിങ് ഇൻ ദി വിൻഡ് എന്ന് പറഞ്ഞൊരു പാഠം 10ാം ക്ലാസ്സിലുണ്ടായിരുന്നു, ആ പാഠത്തിലുണ്ടായിരുന്നു. കനോൺ, ഹൗ മെനി കനോൺ ബോൾസ് ആർ ഫ്ലൈയിങ് ഇൻ ദി എയർ ബിഫോർ ദേ ആർ ഫോറെവർ ബേൺഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കവിത ഉണ്ടായിരുന്നു, ബ്ലോയിങ് ഇൻ ദി വിൻഡ്. അതിൽ കനോൺ എന്ന് പറഞ്ഞ പീരങ്കി. ഒരു എണ്ണം വന്നു കഴിഞ്ഞാൽ നിയമം എന്നാണ്, ഒരു എണ്ണം വന്നു കഴിഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥം. കനോൺ, കനോൺ. ഓക്കെ. അതേപോലെ സ്റ്റേഷനറി, സ്റ്റേഷനറി NARY ഉണ്ട്, അതേപോലെ NERY ഉണ്ട്. രണ്ടും, ഒന്ന് സ്റ്റേഷനറി NARY, രണ്ട് NERY. ഈ ഓർക്കണം കേട്ടോ. ഈ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ പഠിക്കണം, ഈ എഡ്യൂക്കേഷൻ. ഇപ്പോൾ സ്റ്റേഷനറി മീൻസ് ഷോപ്പ്, ഷോപ്പ് ടു സെല്ല് തിങ്സ് എന്നാണ്. ഈ സ്റ്റേഷനറി സ്റ്റിൽ എന്നാണ്, നിശ്ചലമായിട്ട് നിൽക്കുക. അപ്പോൾ NARY സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ സ്റ്റില്, NERY എന്ന് പറഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ പഠിക്കുക, ഷോപ്പ് ടു സെല്ല് തിങ്സ്, കട, സാധനം വിൽക്കുന്ന കട എന്നർത്ഥത്തിൽ പറയാം, മറക്കൂലല്ലോ. ഓക്കെ, അടുത്ത് നോക്കിയേ. അഡ്ഹോക്ക് മീൻസ് ഡാഷ് എന്നതുകൊണ്ട്, അഡ്ഹോക്ക് എന്ന് പറഞ്ഞ ഒരു ഫോറിൻ വേർഡ് ആണ്, ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതാണ്. ഫ്രം ദ ബിഗിനിങ് ഉണ്ട്, ടു അഡ്വൈസ് ഓഫ് ഉണ്ട്, ഫോർ ഫർദർ കൺസിഡറേഷൻ ഉണ്ട്, ഫോർ ദ സ്പെഷ്യൽ പർപ്പസ് ഓഫ് ഉണ്ട്. ഏതാണ് കുട്ടികളെ? ഡി ഓപ്ഷനാണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അഡ്ഹോക്ക് മീൻസ് ഫോർ എ സ്പെഷ്യൽ പർപ്പസ് എന്നാണ്, ഫോർ എ സ്പെഷ്യൽ പർപ്പസ്. അതേപോലെ ആബ് ഇനിഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് കുട്ടികളെ? ആബ് ഇനിഷ്യോ ഫ്രം ദ ബിഗിനിങ് എന്നാണ് കേട്ടോ, ഫ്രം ദ ബിഗിനിങ് എന്നാണ്. എന്നാൽ ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, ആബ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ ഒറിജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രം ദ ഒറിജിനൽ എന്നാണ്, ഫ്രം ദ ഒറിജിനൽ എന്നാണ്. ആബ് ഒറിജിൻ, ഫ്രം ദ ഒറിജിനൽ. അതുപോലെ ആഡ് ലിബിട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികളെ, ആഡ് ലിബിട്ടം, LIBITUM. ലിബിട്ടം ലിബേർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ലിബേർട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആവും, അപ്പോൾ ഹാപ്പി എന്നാണ്. ആഡ് ലിബിട്ടം, ഹാപ്പിനെസ് അല്ലെങ്കിൽ പ്ലഷർ, ഹാപ്പി. അതുപോലെ ആഡ് ഇൻഫിനിറ്റം ആണെങ്കിൽ ഇൻഫിനിറ്റി ഓർക്കുക, അന്ത്യമില്ലാത്തത്, വിത്തൗട്ട് ലിമിറ്റ് എന്നാണ്. ആഡ് ഇൻഫിനിറ്റം വിത്തൗട്ട് ലിമിറ്റ് എന്നാണ്. ആഡ് ഇൻഫിനിറ്റം വിത്തൗട്ട് ലിമിറ്റ്. അതേപോലെ അലൂമിനിയം എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അലൂമിനിയം മീൻസ്, അലൂമിനിയം പാത്രം ചളുങ്ങി കിടക്കുന്ന പാത്രമാണ്, മൊത്തമൊന്നും പോകില്ല. എന്ത് ചെയ്യും? പഴയ വിദ്യാർത്ഥികൾ അവരും ഇതേപോലെ ചളുങ്ങി കിടപ്പുണ്ട്, കുഴപ്പമൊന്നും പറ്റില്ല. നമുക്ക് അലൂമിനിയം മീൻസ് ഫോർമർ സ്റ്റുഡൻസ് എന്നാണ് കേട്ടോ, ഫോർമർ സ്റ്റുഡൻസ്. എന്നാൽ അൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? അൽമ മാറ്റർ മീൻസ് മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അൾട്ടർ ഈഗോ അടുത്തതാണ്. അൾട്ടർ ഈഗോ നമ്മൾ ഈഗോ ഹർട്ടാവുമ്പോൾ, നമ്മളൊപ്പം ഇരുന്ന് പഠിച്ച ആൾക്കാരൊക്കെ ജോലി കിട്ടി പോകുമ്പോൾ നമ്മൾ പറയും
ഭാഗ്യം കൊണ്ടാണ്, നമ്മൾ അത്ര പോലും പഠിക്കൂല എന്നൊക്കെ നമ്മൾ ചുമ്മാ സമാധാനത്തിന് പറയും. ഈഗോ, അൾട്ടർ ഈഗോ വരുന്നത് ആർക്കാണ്? ഈഗോ വരുന്നത് ക്ലോസ് ഫ്രണ്ട്സിനാണ്. അൾട്ടർ ഈഗോ മീൻസ് ക്ലോസ് ഫ്രണ്ട്സ്. അൾട്ടർ ഈഗോ ക്ലോസ് ഫ്രണ്ട്സ്. അതുപോലെ അടുത്ത് വരുന്നതാണ് ബെല്ലാഡൊന്ന. ബെല്ലാഡൊന്ന. ബെല്ലാഡൊന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിറ്റി വുമൺ എന്നാണ് കേട്ടോ. ബെല്ലാഡൊന്ന പ്രിറ്റി വുമൺ എന്നാണ്. അതുപോലെ അടുത്ത് വരുന്നതാണ് ദി എലൈറ്റ്. എലൈറ്റ് മീൻസ് ദ ബെസ്റ്റ് എന്നാണ്. എലൈറ്റ് ദ ബെസ്റ്റ് എന്നാണ്. എലൈറ്റ് മീൻസ് ദ ബെസ്റ്റ് എന്നാണ്, മറക്കരുത്. എലൈറ്റ് മീൻസ് ദ ബെസ്റ്റ്. ഓക്കെ, അടുത്ത് നോക്കിയേ. അടുത്ത് വരുന്നതാണ് പ്രിമാ ഫേസി. പ്രിമാ ഫേസി. പ്രിമാ ഫേസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സൈറ്റ് എന്നാണ് കേട്ടോ. ഫസ്റ്റ് സൈറ്റ്, SIGHT, ഫസ്റ്റ് സൈറ്റ് എന്നാണ്. അതേപോലെ ഫെലോ ഡി സി. ഫെലോ ഡി സി നിങ്ങൾ വീട്ടിലൊക്കെ പറഞ്ഞു നോക്കണം. ചേട്ടാ ഞാൻ ഫെലോ DC ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എന്തെന്ന് പറയും? പിന്നെന്ത് മോളെ ചെയ്തു എന്ന് പറയും. ഫെലോ DC മീൻസ് സൂയിസൈഡ്. ചേട്ടൻ വരുമ്പോഴത്തേക്കും നിന്നാടും, സൂയിസൈഡ്. ദാറ്റ് മീൻസ് എന്തുകൊണ്ട് ഈ ഫെലോ, അതാണ് ചേട്ടൻ വിചാരിക്കും അവൾ എന്തെങ്കിലും പാചകം ചെയ്യട്ടാൻ ചോദിക്കുന്നതായിരിക്കും. ചേട്ടൻ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? പാവം മനുഷ്യൻ. ഫെലോ DC സൂയിസൈഡ് എന്നാണ്. ഫെലോ DC സൂയിസൈഡ്. അതുപോലെ അടുത്ത് വരുന്നതാണ് ഏത് വരുന്നു? കാർപേ ഡിയം. കാർപേ ഡിയം. കാർപേ ഡിയം. കാർപേ ഡിയം മീൻസ് എൻജോയ് ദ പ്രസന്റ് ഡേ. എൻജോയ് ദ പ്രസന്റ് ഡേ. കാർപേ ഡിയം, എൻജോയ് ദ പ്രസന്റ് ഡേ. അതുപോലെ എന്ത് ചെയ്യുന്നത്? മാഗ്നം ഓപ്പസ്. മാഗ്നം ഓപ്പസ് ഒറ്റ വാക്കാണ്. മാഗ്നം ഓപ്പസ് ഗ്രേറ്റ് വർക്ക് എന്നാണ്. മാഗ്നം ഓപ്പസ് ഗ്രേറ്റ് വർക്ക്. അതുപോലെ എന്ത് ചെയ്യുന്നൂടെ? മെറ്റീരിയ മിടിക്ക. പാഠപുസ്തകത്തിലുണ്ട് 10ാം ക്ലാസ്സിൽ സ്നേക്ക് ആൻഡ് മിറർ എന്ന് പറഞ്ഞിട്ടൊരു പാഠം. മെറ്റീരിയ മിടിക്ക. മെറ്റീരിയ മിടിക്ക. മെറ്റീരിയ മിടിക്ക മീൻസ് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിൻ എന്നാണ്. മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ മെഡിസിൻ എന്നാണ്. ഓക്കെ, അതേപോലെ മോഡസ് ഓപ്പറാൻഡി. മോഡസ് ഓപ്പറാൻഡി മീൻസ് എന്തോ? മോഡസ് ഓപ്പറാൻഡി വേ ഓഫ് വർക്കിംഗ് എന്നാണ്. വേ ഓഫ് വർക്കിംഗ്. വേ ഓഫ് വർക്കിംഗ്. വേ ഓഫ് വർക്കിംഗ് എന്നാണ്. മോഡസ് ഓപ്പറാൻഡി വേ ഓഫ് വർക്കിംഗ്. അടുത്ത ചോദ്യം നോക്കിയേ. ചോദ്യം ഇതാണ്. ദ മിനിസ്റ്റർ കാൾഡ് ഡാഷ് ഇസ് പ്രോഗ്രാം. അപ്പാണോ, ഓഫാണോ, ഇന്നാണോ, ഫോറാണോ? അപ്പം മിനിസ്റ്റർ പ്രോഗ്രാം കാൾ ഓഫ് ചെയ്തു. ഓഫാണ് അവിടെ ഉത്തരം വരുന്നത്. കാൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ചെയ്യുക. ഓക്കെ, കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ മീൻസ് ക്യാൻസൽ, റദ്ദ് ചെയ്യുക. കാൾ അപ്പ് എന്ന് പറഞ്ഞാലോ? കാൾ അപ്പ് മീൻസ് ടു കാൾ എന്നാണ്, വിളിക്കുക. കാൾ ഇൻ എന്ന് പറഞ്ഞാലോ? കാൾ ഇൻ മീൻസ് കാൾ ഇൻസൈഡ് എന്നാണ്, അകത്തേക്ക് വിളിക്കുക. കാൾ ഫോർ ആണെങ്കിൽ കാൾ ഫോർ മീൻസ് ഡിമാൻഡ് ചെയ്യുക. കാൾ ഫോർ ഡിമാൻഡ് ചെയ്യുക. അതേപോലെ പുട്ട് പ്രധാനപ്പെട്ട മാത്രമാണ്. പുട്ട് ഔട്ട് ആണെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് കേട്ടോ. പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് മീൻസ് ടു ബിൽഡ് എന്നാണ് കേട്ടോ. ടു ബിൽഡ് എന്നാണ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ പുട്ടപ്പ് വിത്ത് മീൻസ് ടോളറേറ്റ് എന്നാണ്. കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ കാൾ ഓഫ് ക്യാൻസൽ എന്നാണ് കേട്ടോ. കാൾ ഓഫ് ക്യാൻസൽ നമ്മൾ പറഞ്ഞു. കാൾ ഓഫ് ക്യാൻസൽ. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നൂടെ? കം എബൌട്ട് എന്ന് പറഞ്ഞാൽ കം എബൌട്ട് എന്ന് പറഞ്ഞാൽ ഹാപ്പൻ എന്നാണ് കേട്ടോ. കം എബൌട്ട് ഹാപ്പൻ, സംഭവിക്കുക എന്നാണ്. കം എബൌട്ട് ഹാപ്പൻ. എന്നാൽ കം എക്രോസ് ആണെങ്കിൽ കം എക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ് എന്നാണ് കേട്ടോ. മീറ്റ് ബൈ ചാൻസ്. കം അപ്പ് എന്ന് പറഞ്ഞാലോ? കം അപ്പ് എന്ന് പറഞ്ഞാൽ അസെൻഡ് ചെയ്യുക എന്നാണ് കേട്ടോ. മുകളിലേക്ക് ഉയർന്നു പോവുക. കം ഡൗൺ എന്താ? കം ഡൗൺ ആണെങ്കിൽ അങ്ങനെയാണ്. കം ഡൗൺ. കം ഡൗൺ മീൻസ് ഡിസെൻഡ് ചെയ്യുക, താഴേക്ക് വരിക. കം ഡൗൺ ഡിസെൻഡ് ചെയ്യുക. ഓക്കെ, അതുപോലെ വരുന്നതാണ് ബ്ലോ. ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലോ അപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലോ അപ്പ് മീൻസ് എന്തോ? ടു ഫയർ അപ്പ് അല്ലെങ്കിൽ എക്സ്പ്ലോഡ് എന്നാണ് കേട്ടോ. ഫയർ അപ്പ് അല്ലെങ്കിൽ എക്സ്പ്ലോഡ് ചെയ്യുക, എക്സ്പ്ലോഡ്. എന്നാൽ ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്ലോ ഔട്ട് എന്ന് പറഞ്ഞാൽ ബ്ലോ ഔട്ട് മീൻസ് എക്സ്റ്റിങ്ക്വിഷ് എന്നാണ് കേട്ടോ. എക്സ്റ്റിങ്ക്വിഷ്, തീ കെടുത്തുക, മറക്കല്ലേ. ഓക്കെ, അതേപോലെ ഗെറ്റ് എബോട്ട് ആണെങ്കിൽ ഗെറ്റ് എബോട്ട് കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? യാത്ര ചെയ്യണം. ട്രാവൽ എന്നാണ്. ഗെറ്റ് എബോട്ട് ട്രാവൽ ചെയ്യുക, യാത്ര ചെയ്യുക. ഓക്കെ, ഗെറ്റ് എക്രോസ് ആണെങ്കിൽ ഗെറ്റ് എക്രോസ് എന്ന് പറഞ്ഞാൽ എക്രോസ്. ഗെറ്റ് എക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റ് ബൈ ചാൻസ് എന്നാണ് കേട്ടോ. അല്ലെങ്കിൽ ഗെറ്റ് എക്രോസ് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറയാം. ഗെറ്റ് എക്രോസ് കമ്മ്യൂണിക്കേറ്റ്, കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഗെറ്റ് അക്രോസ് കമ്മ്യൂണിക്കേറ്റ്. ഇനി അതേപോലെ അടുത്ത് വരുന്നതാണ് എന്ത് ചെയ്യുന്നത്? സെറ്റ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ സെറ്റ് SET സെറ്റ് ആണ്. സെറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു സ്റ്റാർട്ട് എ ജേണി കേട്ടോ. സെറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? ടു സ്റ്റാർട്ട് എ ജേണി. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്? സെറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ സെറ്റപ്പ് മീൻസ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ആണ് കേട്ടോ. സെറ്റപ്പ് മീൻസ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ആണ്.
മറക്കരുത്. അടുത്ത നോക്കിയ ചോദ്യം ഇതാണ്. നെബുല. നെബുലയുടെ പ്ലൂറൽ ഫോം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെബുലയുടെ പ്ലൂറൽ ഫോം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. നെബുലൈ ആണ്. AI ഉണ്ട്, AE ഉണ്ട്. AE ആണ് ഉത്തരമായിട്ട് വരുന്നത്. നെബുല എന്നാണ്. അതുപോലെ നമുക്ക് വരുന്ന സ്റ്റോറി. ഓക്കെ, സ്റ്റോറി STOREY സ്റ്റോറി ഉണ്ട്. സ്റ്റോറി എന്ന് പറയുന്നത് നില എന്നാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് വെച്ചാൽ സ്റ്റോറീസ് എന്ന് പറയുന്നത്. സ്റ്റോറി ആണെങ്കിൽ സ്റ്റോറീസ് എന്ന് പറയും. സ്റ്റോറീസ്. എന്നാൽ സ്റ്റോറി ആണെങ്കിൽ നമ്മളെ കഥ എന്ന സ്റ്റോറി ആണെങ്കിൽ STORY സ്റ്റോറി ആണെങ്കിൽ അതിനും സ്റ്റോറീസ് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. STORIES സ്റ്റോറീസ് എന്ന് പറയും. അതേപോലെ നമുക്ക് അടുത്ത് വരുന്ന എന്ത് ചെയ്യുന്നൂടെ ആൽഗൈ ആണെങ്കിൽ ആൽഗയിലെ പ്ലൂറൽ ഏതാ? ആൽഗയുടെ പ്ലൂറലാണ് ആൽഗൈ എന്ന് പറയും കേട്ടോ. ആൽഗൈ. ലാർവ ആണെങ്കിൽ ലാർവയുടെ പ്ലൂറൽ ഏതാന്ന് വെച്ചാൽ ലാർവൈ എന്ന് പറയും കേട്ടോ. AE യുടെ ലാർവൈ. റേഡിയസ് ആണെങ്കിൽ റേഡിയസിന്റെ പ്ലൂറൽ റേഡിയസ്. US അവസാനിക്കുന്ന വാക്ക് ഏത് വന്നാലും US മാറ്റിയിട്ട് എന്തിട്ട് കൊടുക്കുക? I ഇട്ട് കൊടുക്കുക. US മാറ്റിയിട്ട് I ഇടുക. റേഡിയസ് റേഡിയൈ എന്ന് പറയും കേട്ടോ. രണ്ട് I ഉണ്ട്. ഫോക്കസ് ആണെങ്കിൽ ഫോസി എന്ന് പറയും കേട്ടോ. FOCI എന്ന് പറയും. ന്യൂക്ലിയസ് ആണെങ്കിൽ ന്യൂക്ലിയസിന്റെ US-ലാണെങ്കിൽ US മറ്റേ I ഇട്ട് കൊടുത്താൽ മതി. ന്യൂക്ലിയസ് എന്താണ്? ന്യൂക്ലിയൈ എന്ന് പറയും കേട്ടോ. ന്യൂക്ലിയൈ. ഓക്കെ. അതേപോലെ തീസിസ് IS-ൽ അവസാനിക്കുന്ന വാക്കാണെങ്കിൽ IS മാറ്റി ES ഇട്ട് കൊടുക്കുക. തീസിസ് ആണെങ്കിൽ തീസിസ് ആണെങ്കിൽ IS-ൽ അവസാനിക്കുന്നതിന് ES ആക്കാം. തീസസ് ആക്കാം. ഓക്കെ, തീസസ് എന്നാക്കാം. റേഡിയസ് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ IS-ൽ അവസാനിക്കുന്ന വാക്കുകളാണെങ്കിൽ IS മാറ്റി ES ഇട്ട് കൊടുക്കുക. IS-ൽ അവസാനിക്കുന്നതാണെങ്കിൽ IS മാറ്റിയിട്ട് ES ഇട്ട് കൊടുക്കുക. ഓക്കെ, അടുത്ത് നോക്കിയാണ്ടേ ആക്സിസ് ആണെങ്കിൽ ആക്സസ്, തീസിസ് ആണെങ്കിൽ തീസിസ്, അങ്ങനെ പോകും. ഇൻഡെക്സിന്റെ പ്ലൂറൽ ചോദിച്ചോളാണ്. ഇൻഡെക്സിന്റെ പ്ലൂറലാണ് ഇൻഡൈസ്. INDICES ഇൻഡൈസ് എന്ന് പറയുന്നത് കേട്ടോ. ഗൂസ് GOOS ഗൂസിന്റെ പ്ലൂറലാണ് ഗീസ്. GEESE എന്ന് പറയുന്നത് ഗീസ്. ഓക്കെ, മൗസിന്റെ പ്ലൂറൽ എലി. മൗസിന്റെ പ്ലൂറലാണ് മൈസ്. MICE മൈസ് എന്ന് പറയുന്നത് കേട്ടോ. മൈസ്. ടൂത്ത് ആണെങ്കിൽ ടൂത്തിന്റെ പ്ലൂറൽ ഏതാ? ടീത്ത്. TEETH എന്ന്. ഫൂട്ടിന്റെ പ്ലൂറലാണെങ്കിൽ ഫീറ്റ് എന്ന് പറയും കേട്ടോ. FEET ഫീറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതൊക്കെ പറയും. ഓക്സിന്റെ പ്ലൂറലാണെങ്കിൽ ഓക്സൺ എന്ന് പറയും കേട്ടോ. ഓക്സൺ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. റീഹാബിലിറ്റേറ്റ് എന്നതിന്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം എഴുതാനാണ്. ഇതിന്റെ സിനോണിം സമാന പദം ഏതാണ്? റീഹാബിലിറ്റേറ്റ്. നമ്മൾ റീഹാബിലിറ്റേഷൻ സെന്ററിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നല്ല ആളായിട്ട് വരും. റീസ്റ്റോർ ചെയ്യുക എന്നാണ്. റീഹാബിലിറ്റേറ്റ് മീൻസ് പഴയ ശീലങ്ങൾ വീണ്ടും കൊണ്ടുവരിക. റീസ്റ്റോർ ചെയ്യുക എന്ന അർത്ഥത്തിൽ എടുത്താൽ റീഹാബിലിറ്റേറ്റ്, റീസ്റ്റോർ. അപ്പോൾ പാഠപുസ്തകത്തിലുള്ള കുറച്ച് സിനോണിംസ് പറഞ്ഞുതരാം. ഒന്ന് റൂത്ത്. RUTH. റൂത്ത് മീൻസ് പിറ്റി, ദയ അർഹിക്കുക എന്നാണ്. റൂത്ത് മീൻസ് പിറ്റി എന്നാണ് കേട്ടോ. അതുപോലെ സർപ്ലസ്. SURPLUS. സർപ്ലസ് മീൻസ് ഉയർച്ച എന്നാണ് കേട്ടോ. അതായത് സർപ്ലസ് ഉയരുക, ഉയർച്ച. നമ്മൾ വരുമാനത്തിന്റെ കാര്യം സർപ്ലസ് ഉണ്ടായി. എക്സസ് എന്നാണ് കേട്ടോ. സർപ്ലസ്, എക്സസ്, ഉയർച്ച എന്നാണ്. ടെഡിയം ആണെങ്കിൽ ടെഡിയം മീൻസ് ബോർ എന്നാണ്. TIDUM. ടെഡിയം മീൻസ് ബോർ. പാഠപുസ്തകമാണ്. ടെഡിയം മീൻസ് ബോറിംഗ് എന്നാണ്. ടെഡിയം ബോർ എന്നാണ്. ബോറടിക്കുക. അതുപോലെ ലൂർക്ക്. LORK. ലൂർക്ക് മീൻസ് ഹൈഡ് സംവെയർ. ഹൈഡ് ഒളിച്ചിരിക്കുക, പതുങ്ങിയിരിക്കുക എന്നാണ് കേട്ടോ. ഹൈഡ് സംവെയർ. എവിടെയെങ്കിലുമൊക്കെ പതുങ്ങിയിരിക്കുക എന്ന അർത്ഥത്തിൽ പറയും. അടുത്താണ് സ്ലിത്തർ. SLITHER. സ്ലിത്തർ മീൻസ് മൂവ് ലൈക്ക് എ സ്നേക്ക് എന്നാണ് കേട്ടോ. മൂവ് ലൈക്ക് എ സ്നേക്ക്. പാമ്പ് പോലെ ഇടയുക എന്നാണ് അത്. ആംപിൾ. AMBLE. ആംപിൾ മീൻസ് വാക്ക് സ്ലോലി എന്നാണ്. ആംപിൾ വാക്ക് എന്ന് പറഞ്ഞാൽ വാക്ക് സ്ലോലി, സാവധാനം നടക്കാനാണ്. ആംപിൾ മീൻസ് വാക്ക് സ്ലോലി. റാപ്പ് എന്ന് പറഞ്ഞാൽ WRAP. റാപ്പ് മീൻസ്
ടു കവർ എന്നാണ് കേട്ടോ. പൊതിയുക, ടു കവർ ചെയ്യുക, ടു കവർ. റാപ്പ് മീൻസ് ടു കവർ എന്നാണ് കേട്ടോ. ഫൂട്ടിൽ FUTIL ഫൂട്ടിൽ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ്ലെസ് എന്നാണ് കേട്ടോ. ഫ്ലൂട്ടിൽ യൂസ്ലെസ്, ഫ്ലൂട്ടിൽ മീൻസ് യൂസ്ലെസ് എന്നാണ്. ഫ്ലൂട്ടിൽ അറ്റംപ്റ്റ് മീൻസ് യൂസ്ലെസ് എന്നാണ് കേട്ടോ. വാഗ്യൂ എന്ന് പറഞ്ഞാൽ വാഗ്യൂ നമ്മൾ നേരത്തെ വാഗ്യൂ പഠിച്ചാണ്. വാഗ്യൂ മീൻസ് നോട്ട് ക്ലിയർ എന്നാണ് കേട്ടോ. വാഗ്യൂ മീൻസ് നോട്ട് ക്ലിയർ, വ്യക്തത ഇല്ലാത്തത് എന്നർത്ഥത്തിൽ പറയുന്നു. ഡെസ്പയർ എന്ന് പറഞ്ഞാൽ ഡെസ്പയർ മീൻസ് എന്ത് ചെയ്യുന്നു, ലോസ് ഹോപ്പ് എന്നാണ് കേട്ടോ. ലോസ് ഹോപ്പ്, പ്രതീക്ഷ നഷ്ടപ്പെടുക. ലോസ് ഹോപ്പ് പ്രതീക്ഷകൾ നഷ്ടപ്പെടുക. ഇതെല്ലാം പാഠപുസ്തകത്തിലുള്ള വാക്കുകളാണ്. ഡെസ്പയർ, ലോസ് ഹോപ്പ്. അബ്രപ്റ്റ്ലി എന്ന് പറഞ്ഞല്ല, അബ്രപ്റ്റ്ലി ABRU അബ്രപ്റ്റ്ലി മീൻസ് അൺഎക്സ്പെക്റ്റഡ്. അബ്രപ്റ്റ്ലി മീൻസ് അൺഎക്സ്പെക്റ്റഡ്, അപ്രതീക്ഷിതമായി എന്നാണ് കേട്ടോ. ഓർമ്മയിലിരിക്കുക. ഓക്കെ. അതേപോലെ കസ്റ്റമറി എന്ന് പറഞ്ഞാൽ കസ്റ്റമറി മീൻസ് ഹാബിച്വലി. പാഠപുസ്തകത്തിലുള്ള വാക്കുകളാണ് അതൊക്കെ. അടുത്ത് നോക്കി. ദ യങ്ങർ വൺ ഓഫ് ഡിയർ ഈസ് നോൺ എസ് ഡാഷ്. ഡിയറിന്റെ യങ്ങർ വൺ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിയറിന്റെ യങ്ങർ വൺ ഏതാണ് കുട്ടികളെ? നമുക്ക് ഉത്തരമായിട്ട് വരുന്ന ഫോണാണ് കേട്ടോ. FAWN. നോക്കി. കൗ, അതുപോലെ ക്യാറ്റില്, അതുപോലെ ബഫല്ലോ, അതുപോലെ ഓക്സ്, അതുപോലെ ബൈസൺ, അതുപോലെ യാക്ക്, അതുപോലെ എലിഫന്റ്, അതുപോലെ ഹിപ്പോ, അതുപോലെ റൈനോ, ഇത്തരത്തിലുള്ള വാക്കുകൾ. റൈനോ, അതുപോലെ ജിറാഫ്, അതുപോലെ ക്യാമല്, അതുപോലെ എൽക്ക്, അതുപോലെ മൂസ്, MOOSE മൂസ്, ആന്റിലോപ്പ്. ഇതിൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ കാഫാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ പേര് കാഫ്. ഓക്കെ, കാഫ്. അപ്പോൾ കൗ, ക്യാറ്റിൽ, ബഫല്ലോ, ഓക്സ്, ബൈസൺ, ബുള്ള്, യാക്ക്, ഇതിൻ്റെയൊക്കെ കുഞ്ഞിൻ്റെ യാക്ക്, എലിഫന്റ്, ഹിപ്പോ, റൈനോ, ബ്ലൂ വെയിൽ ഉണ്ട് കേട്ടോ. ബ്ലൂ വെയിൽ ഇതിൻ്റെ എല്ലാം ബ്ലൂ വെയിൽ, ജിറാഫ്, ക്യാമൽ, എൽക്ക്, മൂസ്, ആന്റിലോപ്പ്. കുഞ്ഞിൻ്റെ പേര് ഏതാ? കാഫ്. ഇനി ലയൺ, അതുപോലെ ടൈഗർ, അതുപോലെ ലെപ്പേർഡ്, അതുപോലെ ചീറ്റ, മാംസപുക്കൾ, ചീറ്റ, അതുപോലെ എന്ത് ചെയ്യുന്നു, ബെയർ, അതുപോലെ പോളാർ ബെയർ, അതുപോലെ എന്ത് ചെയ്യുന്നു, ഹൈന, HYEN, ഹൈന, അതുപോലെ ഫോക്സ്. ഇതിൻ്റെയൊക്കെ കുഞ്ഞിൻ്റെ പേര് ഏതാണെന്ന് വെച്ചാൽ കബ്ബാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കുഞ്ഞിൻ്റെ പേര് കബ്ബ് എന്നാണ്. ഇതിൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ പേര് ഏതാണ് മക്കളെ? കബ്ബ് എന്നാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാം കുഞ്ഞിൻ്റെ പേര് കബ്ബ്. അതുപോലെ അടുത്ത് വരുന്നത് നോക്കി. ഡോഗിൻ്റെ കുഞ്ഞിൻ്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ ഡോഗ്, പപ്പി എന്നാണ് കേട്ടോ. ഡോഗിൻ്റെ കുഞ്ഞിൻ്റെ പേര് പപ്പി എന്നാണ്. ക്യാറ്റ് ആണെങ്കിലും ക്യാറ്റിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് കിറ്റൺ എന്നാണ് കേട്ടോ. ക്യാറ്റ് കിറ്റൺ ആണ്. ഫിഷ് നമുക്ക് എന്ത് ചെയ്ത് കഴിക്കാനാണ് കുട്ടികളെ ഇഷ്ടം? ഫ്രൈ ആണ് കേട്ടോ. ഫിഷിൻ്റെ കുഞ്ഞിൻ്റെ പേര് ഫ്രൈ ചെയ്ത് കഴിക്കാനാണ്, ഫ്രൈ ആണ്. ഗോട്ടിൻ്റെ കുഞ്ഞിൻ്റെ പേര് ഏതാ? ഗോട്ട്, കിഡ് എന്നാണ് കേട്ടോ. ഗോട്ടിൻ്റെ കുഞ്ഞിൻ്റെ പേര് കിഡ്. ഷീപ്പാണെങ്കിലും ഷീപ്പിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ലാമ്പ് എന്നാണ് പറയുന്നത്. ഷീപ്പ്, ലാമ്പ്. ഫ്രോഗിൻ്റെ കുഞ്ഞിൻ്റെ പേരാണെങ്കിൽ ഫ്രോഗിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ടാഡ്പോൾ എന്നാണ് പറയുന്നത്. ഫ്രോഗ്, ടാഡ്പോൾ എന്നാണ് പറയുന്നത്. ഡക്കിൻ്റെ കുഞ്ഞിൻ്റെ പേരാണെങ്കിൽ ഡക്ക് ലിങ് എന്നാണ് കേട്ടോ. ഡക്ക് ലിങ് എന്നാണ് കേട്ടോ. ഗൂസ് ആണെങ്കിൽ ഗൂസിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഗൂസ് ലിങ് എന്നാണ് പറയുന്നത്. ഗൂസ് ലിങ് എന്നാണ് പറയുന്നത്. ഓക്കെ. ഔളിൻ്റെ കുഞ്ഞിൻ്റെ പേരാണെങ്കിൽ ഔളിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഔള്. ഔളിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് ഔലെറ്റ് എന്നാണ് കേട്ടോ. അതുപോലെ സ്നേക്ക് ആണെങ്കിൽ സ്നേക്കിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് സ്നേക്ക്ലെറ്റ് എന്നാണ് കേട്ടോ. സ്നേക്ക്ലെറ്റ് എന്നാണ് കേട്ടോ. അതുപോലെ കോൾട്ട് എന്താ ഉണ്ടേ? കുതിരയുടെ കുഞ്ഞിൻ്റെ പേരാണ്, ആൺ കുതിര കുട്ടിക്ക് പറയുന്ന പേരാണ് കോൾട്ട് കേട്ടോ. ഹോഴ്സിൻ്റെ കുഞ്ഞിൻ്റെ പേരാണ് കോൾട്ട്, ആണാണ് കേട്ടോ, മെയിൽ. ഫില്ലി ആണെങ്കിൽ ഫില്ലി മെയിലാണ് കേട്ടോ, ഫീമെയിലാണ്. പെൺകുതിരക്കുട്ടിക്ക് പറയുന്ന പേരാണ് ഫില്ലി, ഫില്ലി. എന്നാൽ കുതിരക്കുട്ടി എന്ന് പറഞ്ഞാൽ ഫോളിൽ 4 ജീവജാലങ്ങളാണ് കേട്ടോ. ഹോഴ്സ് കുതിരവർഗത്തിൽപ്പെട്ടത്. ഹോഴ്സ്, സീബ്ര, ആസ്, ഡോങ്കി. കുഞ്ഞിൻ്റെ പേര് ഫോൾ എന്നാണ് കേട്ടോ. അടുത്താണ് ചിക്സ് വരുന്ന ജീവജാലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഹെന്ന്, പീക്കോക്ക്, പാരറ്റ്, ഡവ്, സ്പാരോ, ക്രോ, ക്രെയിൻ, ഓസ്ട്രിച്ച്, പെങ്കിന്, സീഗേള്, ഹമ്മിങ് ബേർഡ്, വൾച്ചർ. ഇതിൻ്റെ എല്ലാം കളക്റ്റീവ് യങ്ങർ വേണമെന്ന് ചോദിച്ചാൽ ചിക്സ് ആണ്. ഇതിൻ്റെയൊക്കെ കുഞ്ഞിൻ്റെ പേര് ചിക്സ്. ക്രോക്കഡൈലിൻ്റെ കുഞ്ഞിൻ്റെ പേര് ക്രോക്കഡൈല്, അലിഗേറ്റർ, ടോർട്ടോയ്സ്. കുഞ്ഞിൻ്റെ പേര് ഏതാ? ഹാച്ചിലിംഗ്, HATCHLING, ഹാച്ചിലിംഗ് എന്നാണ് കേട്ടോ. ക്രോക്കഡൈല്, അലിഗേറ്റർ, ടർട്ടിൽ, ഹാച്ചിലിംഗ്. മങ്കിയുടെ കുഞ്ഞിൻ്റെ പേര് ഏതാണെന്ന് വെച്ചാൽ ഇൻഫാൻ്റ് ആണ് കേട്ടോ. മങ്കിയുടെ
മങ്കിയുടെ കുഞ്ഞിന്റെ പേരാണ് ഇൻഫാന്റ് എന്നാണ് പറയുന്നത് കേട്ടോ, ഓർമ്മയിലിരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാവരും ആ സാധനങ്ങൾ നമ്മൾ പറഞ്ഞ ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ ഞാൻ ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്ന് കുറിച്ചെടുത്തും കൂടെ കേട്ട് ഒന്ന് പലതവണ കേട്ടും കൂടെ പഠിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ എത്ര മാർക്ക് കിട്ടിയെന്നും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നും കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ.